മഹത്വപ്പെടട്ടെ. ഈ വിശ്വാസ പഠനത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് കടന്നു വരികയും വിശ്വാസ പഠനത്തിൻ്റെ ചിന്തകളെ ഗാഢമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് എന്നോർപ്പിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള വിശ്വാസ പഠന മേഖലകളിലൊക്കെ കേൾക്കുവാനും അറിയുവാനും വരുന്ന ആൾക്കാരുടെ സംഖ്യയും വളരെ കുറവാണ്. എന്നാൽ കുറച്ചുപേരെ ഉള്ളൂ എങ്കിൽ പോലും ഈ പഠന ക്ലാസ്സിലേക്ക് വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. വിശുദ്ധ സഭയുടെ വളരെ പ്രധാനപ്പെട്ട പല ചിന്തകളും ഇവിടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ, ജീവിതത്തിൻ്റെ വിശ്വാസ അടിസ്ഥാനത്തിൽ അത് വളരെ നിർണായകമായ സ്വാധീനം നമ്മൾ ചെലുത്തും എന്നുള്ളത് ഓർക്കുക. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ സഭയിലൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 7 കുദാശകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നമ്മളങ്ങനെ 7 കുദാശകളെന്ന് വളരെ ചുരുക്കത്തിൽ നമ്മൾ പറയും എങ്കിൽ പോലും സഭയുടെ കുദാശകളിൽ പ്രത്യേകം ഓർക്കേണ്ടത് ഈ 7 എന്നുള്ള അംഗത്തെ പലപ്പോഴും ചുരുക്കി അതെന്തിനാണ് 7 എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കുദാശകളെയാണ്, പ്രധാനപ്പെട്ട കർമ്മങ്ങളെയാണ് നമ്മൾ 7 കുദാശകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റു കുദാശകളുണ്ട്, ഭവന കുദാശയുണ്ട്, അല്ലേ, വീട് കുദാശയുണ്ട്, അങ്ങനെയുള്ള പല കുദാശകളും നമ്മൾ സംബന്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ദേവാലയ കുദാശയുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അവൻ കൊള്ളുന്നത് അനുസരിച്ചാണ് അതിൽ 7 എന്ന് നിജപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ 7 എന്നുള്ളത് അവർ അംഗീകരിക്കപ്പെട്ടു എങ്കിൽ പോലും മറ്റ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ ഈ 7 എന്ന വാക്കിനെ അത്രമാത്രം ശക്തമായിട്ട് അംഗീകരിച്ചിട്ടില്ല. 7 കുദാശകൾ നമ്മൾക്കറിയാവുന്നതാണ്. 1 മാമോദീസ, 2 മൂറോനഭിഷേകം, 3 കുമ്പസാരം, 4 കുർബാന, 5 പട്ടത്വം, 6 വിവാഹം, 7 രോഗികളുടെ തൈലാഭിഷേകം. ഇങ്ങനെ 7 കുദാശകൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കുദാശകൾ പലപ്പോഴും നമ്മളിന്ന് വട്ടശ്ശേരി തിരുമേനി അതിനെ പറഞ്ഞിരിക്കുന്നത് സാക്രമെന്റ് ഈസ് എ വിസിബിൾ സൈൻ ഓഫ് ദ ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ്. അപ്രത്യക്ഷങ്ങളായ ദൈവിക കൃപകളെ സ്വീകരിക്കുവാനുള്ള പ്രത്യക്ഷങ്ങളായ കർമ്മങ്ങളാണ് കുദാശകൾ എന്ന് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി അതിനെ പറഞ്ഞിട്ടുണ്ട്. കുദാശകളിലൊക്കെ നമ്മൾ ലഭിക്കുന്നത് എന്താണ്? നമ്മളൊക്കെ കുദാശകളെ സംബന്ധിക്കുന്നവരാണ്. എല്ലാ ആഴ്ചയിലും വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള പല കുദാശകൾ സംബന്ധിക്കുമ്പോൾ കുദാശകൾ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയെ ലഭ്യമാക്കുന്നു, രക്ഷയിലേക്ക് നയിക്കുന്ന, അല്ലെ, ദൈവസന്നിധിയിലേക്ക്, ദൈവീകരണത്തിലേക്ക് വളരുവാൻ നമ്മളെ സഹായിക്കുന്ന മാർഗങ്ങളാണ് കുദാശകൾ. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് മനുഷ്യവർഗത്തെ നയിക്കുവാൻ സഹായിക്കുന്നതാണ് വിശുദ്ധ കുദാശകൾ. അതുപോലെ തന്നെ ഈ കുദാശകളൊക്കെ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതാണ്, അല്ലേ? നമ്മുടെ കർത്താവ് കൽപ്പിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നതാണ് ഈ കുദാശകളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്ന അപ്രത്യക്ഷങ്ങളായ ദൈവീയ കൃപകളെ പ്രദാനം ചെയ്യുന്നതാണ് കുദാശകൾ. മറഞ്ഞിരിക്കുന്ന ദൈവീയ കൃപകളെ, അല്ലേ, ദൈവത്തിൻ്റെ കൃപകളെ സ്വീകരിക്കുവാൻ കഴിയുന്ന അനുഭവമാണ് നന്മയെ, അത് സ്വീകരിക്കുവാൻ കഴിയുന്ന അനുഭവമാണ് കുദാശകൾ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പ്രത്യക്ഷങ്ങളായ കർമ്മങ്ങൾ, അപ്രത്യക്ഷങ്ങളായ ദൈവിക കൃപകളെ സ്വീകരിക്കുവാൻ കഴിയുന്ന പ്രത്യക്ഷങ്ങളായ കർമ്മങ്ങളാണ് കുദാശകൾ. അപ്പോൾ കുദാശകൾ കൂടെ നമ്മൾ സ്വീകരിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയും അതുപോലെ തന്നെ കർത്താവ് കൽപ്പിച്ച, നിയമിച്ച് ആക്കിയിരിക്കുന്ന കർമ്മങ്ങളും അതുപോലെ പ്രത്യക്ഷങ്ങളായ ദൈവത്തിൻ്റെ കൃപകളെ സ്വീകരിക്കുവാൻ കഴിയുന്ന പ്രത്യക്ഷങ്ങളായ കർമ്മങ്ങളുമാണ് കുദാശകൾ. ഇതാണ് വട്ടശ്ശേരി തിരുമേനിയുടെ ഏറ്റവും പ്രസിദ്ധമായ കുദാശകളെ കുറിച്ചുള്ള നിർവചനത്തിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ കുദാശകളിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കുദാശകളെ കുറിച്ചൊന്ന് പഠിച്ച് അതിൻ്റെ ബന്ധങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും
നമ്മൾ വിസ്മരിച്ചു പോകുന്ന, അത്രമാത്രം പ്രാധാന്യത്തോടു കൂടി നമ്മളെന്ന് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു മേഖലയാണ് വിശുദ്ധ കുർബാനയും കുമ്പസാരവും. നമ്മളൊക്കെ ഇന്ന് കുമ്പസാരം എന്ന് ധരിച്ചിരിക്കുന്നത് ഭരണഘടന പ്രകാരം പൊതുയോഗത്തിലിരിക്കുവാനുള്ളൊരു അവകാശം. അതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ചാൽ കുടിശ്ശികയുടെ കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന ഇളവ്. ഇങ്ങനെയുള്ള ചില ആശയങ്ങളിലാണ് നമ്മളൊക്കെ ഇന്ന് അല്ലേ കുമ്പസാരം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയൊരു അവസ്ഥ കൂടിയാണിന്ന്. അത് നമുക്കൊന്ന് മനസ്സിലാക്കുവാനുള്ളൊരു അവസരമായിട്ടാണ് ഇന്നത്തെ പഠനം ചിന്തിക്കുന്നത്. വിശുദ്ധ കുർബാനയും കുമ്പസാരവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിൻ്റെ ഇന്നത്തെ കോണ്ടക്സ്റ്റിലുള്ള പ്രാധാന്യം എന്താണ്? ഇപ്പോൾ കുദാശകളെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ കിട്ടിയൊരു ഡെഫിനേഷൻ, ഒരു ചിന്ത ഇങ്ങനെയായിരുന്നു ഒന്ന് മനസ്സിലാക്കുവാൻ പറയുന്നത്: ഹൃദയത്തിൽ നിന്ന് നാഡികൾ വഴിയായി ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കും രക്തം ഒഴുകി ശരീരം മുഴുവൻ സജീവമാകുന്നത് പോലെ. നമ്മുടെ ശരീരത്തിൽ അല്ലേ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? രക്തം വേണം. രക്തം നമ്മുടെ ശരീരത്തിൽ എല്ലാം ഒഴുകി ജീവനെ നിലനിർത്തുന്നത് പോലെ ജീവന്റെ കേന്ദ്രമായ ക്രിസ്തുവിൽ നിന്ന് തൻ്റെ ശരീരമാകുന്ന വിശുദ്ധ സഭയിലേക്ക് ജീവൻ ഒഴുകുന്ന നാഡികളാകുന്നു വിശുദ്ധ കുദാശകൾ. മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് രക്തത്തിൻ്റെ ചംക്രമണം പ്രാധാന്യമാകുന്നത്, അല്ലെ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് എന്നുള്ളത് എത്രമാത്രം പ്രാധാന്യമാണോ, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ നിന്ന് തൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് ജീവൻ ഒഴുകുന്ന നാഡിയാണ് വിശുദ്ധ കുദാശകൾ. മനസ്സിലായില്ലേ? അപ്പൊ അത്രമാത്രം കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമൊക്കെ നമുക്ക് നമ്മുടെ സഭയിലേക്ക് ഒഴുകുവാൻ ഉള്ള പ്രത്യേക ചിന്തകളാണ് കുദാശകൾ. ഇത്രമാത്രം പ്രാധാന്യം കുദാശകൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ കുദാശകൾ നമ്മൾ പലപ്പോഴും ജനറലൈസ് ചെയ്ത് ആവർത്തിക്കുന്നവയെന്നും ആവർത്തിക്കാത്തവയെന്നും തിരിച്ചിട്ടുണ്ട്. ആവർത്തിക്കുന്നതാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഏതൊക്കെയാ ആവർത്തിക്കാത്തത്? മാമോദീസ, രണ്ടാമത്തത് മൂറോൻ, മൂന്നാമത്തത് പട്ടത്വം. ആവർത്തിക്കുന്നവ എന്ന് പറയുന്നതൊക്കെയാ കുമ്പസാരം, വിശുദ്ധ കുർബാന, പിന്നെ വിവാഹം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ചില സമയത്ത് 2 വിവാഹം അനുവദിക്കാറുണ്ട്. മറ്റൊന്നാണ് രോഗികളുടെ തൈലാഭിഷേകം. ഇങ്ങനെ 7 കുദാശകളെ ആവർത്തിക്കുന്നവയെന്നും ആവർത്തിക്കാത്തവയെന്നും പലപ്പോഴും തരംതിരിച്ച് നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു തരത്തിൽ അതിനെ വേർതിരിച്ചിരിക്കുന്നത് ഒഴിച്ചുകൂടാനാകാത്തവയെന്നും മനുഷ്യന്റെ ഐശ്വര്യമായ കുദാശകളെന്നും 3 വേണ്ടിയവർക്കായി നൽകുന്നവ എന്നും മറ്റൊരു തരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒഴിച്ചുകൂടാനാവാത്തത് എന്ന് പറയുന്നത് മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന. ഇത് 3 ഒരു ജീവിതത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത കുദാശകളാണ്. മാമോദീസയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വിശുദ്ധ മൂറോൻ അഭിഷേകം സ്വീകരിക്കും, വിശുദ്ധ കുർബാനയും സ്വീകരിക്കും, അല്ലേ? ഇത് 3 ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്തവ. പിന്നെ ഐശ്വര്യം എന്ന് പറയുന്നത് പട്ടത്വവും വിവാഹവും. അത് അവനവൻ്റെ ആഗ്രഹമനുസരിച്ച് സ്വീകരിക്കുന്നത്. പട്ടത്തിന് പോകണമെന്ന് നിർബന്ധിക്കാറില്ല മനുഷ്യൻ്റെ, അല്ലേ? അവൻ്റെ ആഗ്രഹം അനുസരിച്ച് അവൻ ഐശ്വര്യമായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് പട്ടത്വവും വിവാഹവും. എന്നാൽ അതുപോലെ പറയുന്നത് വേണ്ടി വന്നേക്കാവുന്നവയാണ്, മനുഷ്യൻ മൂലം ആവശ്യമായി വരുന്നവയാണ് എന്താ? കുമ്പസാരവും രോഗിയുടെ തൈലാഭിഷേകവും. ഇങ്ങനെയും വിശുദ്ധ കുദാശകളെ വേർതിരിച്ചിട്ടുണ്ട്. മനസ്സിലായെന്ന് തോന്നുന്നു. പറയുന്നത് എങ്ങനെയാ? ഒഴിച്ചുകൂടാനാവാത്തത് എന്ന് പറയുന്നത് മാമോദീസായും മൂറോനും കുർബാനയും. മനുഷ്യ ഐച്ഛികമായി അവൻ്റെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കുന്നതാണ് പട്ടത്വവും വിവാഹവും. മറ്റവന് അവന് വേണ്ടി വന്നാൽ സ്വീകരിക്കാവുന്നതാണ്, പാവമുണ്ട് എന്ന് ബോധ്യം വന്നാൽ സ്വീകരിക്കേണ്ടതാണ് കുമ്പസാരവും, രോഗിയാണ് എന്ന് വന്നാൽ സ്വീകരിക്കേണ്ടതാണ് രോഗിയുടെ തൈലാഭിഷേകവും. ഇപ്പം ഇങ്ങനെ കുദാശകളെ പലതരത്തിലും ജനറലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഈ കുദാശകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുള്ളപ്പോൾ മനുഷ്യ നന്മയ്ക്കായി നിയോഗിക്കപ്പെട്ട ക്രിസ്തു നൽകിയ വലിയ ബലിയാണ് വിശുദ്ധ കുർബാന, അല്ലേ? അപ്പോൾ ഈ കുദാശകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കുദാശ ഏതാ? കുർബാന. അതുകൊണ്ട് അല്ലെങ്കിൽ പറയുന്നത് കുദാശകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാ? വിശുദ്ധ കുർബാന. അപ്പം നമ്മുടെ എല്ലാ കുദാശകളുടെയും പൂർത്തീകരണം ഇതിൽ കൂടിയാണ്
വിശുദ്ധ കുർബാനയിൽ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുത്ത് കുർബാനയെ നമ്മൾ കൊണ്ടാടുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഒരിക്കലും ഒരു മനുഷ്യനും ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്തവയാണ്. അപ്പോൾ ഓരോ കുദാശകൾക്കും പ്രത്യേകമായ വരങ്ങളാണുള്ളത്, അല്ലേ? ഓരോ കുദാശകൾക്കും പ്രത്യേകമായ വരങ്ങളാണ്. മാമോദീസായുടെ വരമല്ല വിശുദ്ധ കുർബാനയ്ക്ക് കിട്ടുന്നത്, വിശുദ്ധ കുർബാനയുടെ വരമല്ല മറ്റു കുദാശകൾ ലഭിക്കുന്നത്. അപ്പോൾ ഓരോ കുദാശകൾക്കും അതിൻ്റെതായ എന്തുണ്ട്, പ്രത്യേക വരങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുദാശകൾ സംബന്ധിക്കുമ്പോൾ ഈ വരങ്ങളെ സ്വീകരിക്കുവാനുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ഓരോ കുദാശകൾക്കും അതിൻ്റെതായ വരങ്ങളുണ്ട്. ആ വരങ്ങളെയാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ ഈ പഠന ഭാഗം എന്ന് പറയുന്നത് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കുദാശകളിൽ ഒന്നാണ് കുർബാനയും കുമ്പസാരവും. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയും കുമ്പസാരവും എന്താണെന്നുള്ളത് നമ്മളൊന്ന് അറിയണം. ഇപ്പോൾ കുർബാനയെക്കുറിച്ച് ഒന്നാം ഭാഗത്തിൽ പറഞ്ഞ ഞാൻ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുള്ളത്. 1 കുർബാനയെക്കുറിച്ചൊന്ന് പഠിക്കുക, 2 കുമ്പസാരത്തെക്കുറിച്ച് മനസ്സിലാക്കുക, 3 ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ 3 ഡിവിഷനായിട്ട് തിരിച്ച് ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രിസ്തീയ ആരാധനയുടെ കേന്ദ്രമാണ് വിശുദ്ധ കുർബാന ആണല്ലോ. നമുക്കറിയാവുന്ന വിശുദ്ധ കുർബാന ഇല്ലാതെ നമ്മുടെ ഒരു കുദാശയോ ഒന്നും പൂർത്തീകരിക്കപ്പെടുകയില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണം അതാണ്. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ തിരുരക്തവും സംബന്ധിച്ച് അനുഭവിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ കുദാശയുടെ പൂർണ്ണമായൊരു ഭാഗമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞിനെ മാമോദീസ മുക്കിയാൽ പോലും എന്ത് നൽകും? വിശുദ്ധ കുർബാന നൽകും. മറ്റ് സഭകളൊക്കെ ചിലൊക്കെ ആദ്യ കുർബാന എന്ന് പറഞ്ഞ് പ്രത്യേകം പഠനമൊക്കെ നടത്തി കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. നമ്മുടെ സഭയുടെ പ്രവണത അതല്ല, നമ്മുടെ വിശ്വാസമല്ല. ഒരു കുഞ്ഞ് മാമോദീസ സ്വീകരിക്കുമ്പോൾ തന്നെ, സഭയുടെ അംഗമാകുമ്പോൾ തന്നെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളിൽ സംബന്ധിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഒരു കൊച്ചു കുഞ്ഞിന് പോലെ നമ്മൾ മാമോദീസ കഴിയുമ്പോൾ വിശുദ്ധ കുർബാന നൽകുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിലെ പ്രധാന ഭാഗത്തും സുവിശേഷങ്ങളിലും അതോടൊപ്പം തന്നെ പൗലോസ്ലീഹായുടെ ലേഖനത്തിലുമാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ പൗലോസ്ലീഹായുടെ 1 കൊരിന്ത്യ ലേഖനത്തിലുമാണ് ഈ കുർബാനയെ കുറിച്ച് പറയുന്നത്. ഒരു വേദഭാഗങ്ങൾ നമ്മൾ ഓർക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെ. അപ്പോൾ വിശുദ്ധ വേദഭാഗത്ത് എവിടെയാണ് ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത് എന്നുള്ളതിന്റെ റെഫറൻസാണ് ഞാൻ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 28 വരെ. അടുത്തതായിട്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 24 വരെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 24 വരെ. മൂന്നാമതായിട്ട് പറയുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 20 വരെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 20 വരെ. നാലാമതായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. 6-ാം അധ്യായം മുഴുവൻ പറഞ്ഞല്ലേ, ഞാൻ അപ്പത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം. ഞാൻ ജീവന്റെ അപ്പമാകും, ഈ അപ്പം തിന്നുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നൊക്കെ കർത്താവ് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച്, ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. പിന്നെ നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 29 വരെ. വിശുദ്ധ പരിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ 1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെ. ഈ 5 ഭാഗങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ സുവിശേഷങ്ങളിലും വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളിലും ഈ പറയുന്ന കുർബാനയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ജന്മ മുതൽ തന്നെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്, അല്ലേ? ഈ 4 ഭാഗങ്ങളിലും വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഏത് വാക്കാ, ഏത് ഭാഷയിലെയാ? സുറിയാനി പദമാണ് എന്നാ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്ന അർത്ഥം എന്നാ? അർപ്പണം, ബലിയർപ്പണം, ബലിവസ്തു, അർപ്പിത വസ്തു എന്നൊക്കെ അർത്ഥം കൊടുക്കുന്ന വാക്കാണ് കുർബാന.
ഇതുപോലെ മറ്റു വാക്കുകൾ, കുർബാന ഉപയോഗിക്കുന്ന മറ്റു പല വാക്കുകൾ, ലിറ്റോർജി എന്ന് പറയും, ആരാധന എന്ന് പറയും അല്ലേ, ആരാധനയ്ക്ക് പോവുക, ലിറ്റോർജി എന്ന് പറയും. അതുപോലെ ചില ഇപ്പോൾ കത്തോലിക്ക സഭകളൊക്കെ മറ്റു സഭകളൊക്കെ പറയും യൂക്കറിസ്റ്റ് എന്ന് പറയാനല്ലേ. യൂക്കറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം കൃതജ്ഞതാ പ്രകടനം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് യൂക്കറിസ്റ്റ് ആണെന്ന് പറയും. യൂക്കറിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃതജ്ഞത പ്രകടനം. ഇതൊരു ഗ്രീക്ക് വേർഡാണ് യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത്. യൗക്കാറിസ്റ്റിയ എന്ന് പറയുന്നത് ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. യൂക്കറിസ്റ്റ് അതിൻ്റെ അർത്ഥം കൃതജ്ഞത പ്രകടനം. അതുപോലെ തന്നെ ലാറ്റിൻ പ്രത്യേകിച്ച് കത്തോലിക്ക സഭകളിലൊക്കെ പഠിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് മാസ് എന്ന് പറയും. മാസ്, MASS, മാസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സംസർഗം, ബലി എന്ന. ഇപ്പൊ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തേ മാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ബലി എന്ന ക്രിസ്മസിന്റെ അർത്ഥം. മാസം എന്ന വാക്കിന്റെ അർത്ഥം ബലി അല്ലെങ്കിൽ സംസർഗം എന്നാണ്. ഇതുപോലെ ആംഗ്ലിക്കൻ ചർച്ച് ഉപയോഗിക്കുന്ന പദം വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് ദ ലോർഡ്സ് സപ്പർ അല്ലെങ്കിൽ ദ ലോർഡ്സ് ടേബിൾ എന്നൊരു ഉപയോഗിക്കും. ലോർഡ്സ് സപ്പർ അല്ലെങ്കിൽ ലോർഡ്സ് ടേബിൾ എന്ന് ഉപയോഗിക്കും. ഇതുപോലെ ന്യൂ ടെസ്റ്റമെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമസഭയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ചിന്ത വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത് തന്നെ ദ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്, അപ്പം നുറുക്കി എന്നല്ലേ പറയുന്നത്, വായിച്ചിട്ടില്ലേ? പഴയ നിയമസഭയുടെ ഒരുമിച്ച് ആരാധന പ്രത്യേകത അപ്പം നുറുക്കി ഒരുമിച്ച് കൂടി. അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ ദ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാലും വിശുദ്ധ കുർബാന എന്ന അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞത് വിശുദ്ധ കുർബാനയ്ക്ക് ഇത്തരത്തിലുള്ള പല പദപ്രയോഗങ്ങളും നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്നാ, ബലിവസ്തു, ബലി അർപ്പിക്കുക, ബലി എന്നൊക്കെ അർത്ഥം നമുക്ക് കൊടുക്കാം. സംസർഗം, ഇങ്ങനെയുള്ള പല അർത്ഥങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന കുദാശ ആര് സ്ഥാപിച്ചതാ? യേശു ക്രിസ്തു തൻ്റെ ഈ ലോകവാസത്തിന്റെ അവസാനം നമ്മൾ പറയുന്ന സുവിശേഷ ഭേദഭാഗങ്ങളൊക്കെ പറയുന്നത് അവൻ ശ്ലീഹന്മാരുടെ കൂടെ ഇരുന്നു അല്ലെ, എന്നിട്ട് അപ്പമെടുത്തു വാഴ്ത്തി ഇതെന്റെ ശരീരമെന്നും അല്ലെ, വീഞ്ഞ് വെള്ളവും ചേർത്തു കലർത്തിയ വീഞ്ഞും വെള്ളവും ചേർത്തു കലർത്തി അതെടുത്ത് വാഴ്ത്തി ഇത് എൻ്റെ രക്തമെന്നും പറഞ്ഞും ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അപ്പൊ ഇത് നമ്മൾ ഓർക്കേണ്ടത്, ഇത് കർത്താവ് എങ്ങനെയാ പറയുന്നത് വിശുദ്ധ കുർബാന? ഇത് എൻ്റെ രക്തമാകുന്നു എന്നാണ് അല്ലേ, അല്ലെങ്കിൽ ഇത് എൻ്റെ രക്തം പോലെ ഇരിക്കും എന്നാണോ? അല്ല, നിങ്ങൾ ഇത് എന്താ, എൻ്റെ രക്തമാകുന്നു, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചത്. അപ്പൊ ഇതിനകത്തൊരു താരതമ്യമില്ല, അത് അസിറ്റ്സ് അങ്ങനെ തന്നെ ഇരിക്കും. അതാണ് വിശുദ്ധ കുർബാന പ്രാധാന്യം. അപ്പൊ വിശുദ്ധ കുർബാനയിൽ ബലിവസ്തു അർപ്പിച്ചു കഴിയുന്ന വിശുദ്ധ കുർബാന അപ്പം അത് കർത്താവിൻ്റെ ശരീരമായി തന്നെ മാറുകയാണ്. പലരൊക്കെ പഠിപ്പിക്കാറുണ്ട് അത് രൂപഭേദം സംഭവിച്ചുണ്ടാകുന്നു. അതല്ല നമ്മുടെ വിശ്വാസം. നമ്മൾ ബലിവസ്തുവിൽ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന അപ്പം അർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ എന്നാ യേശു ക്രിസ്തുവിന്റെ ശരീരവും യേശു ക്രിസ്തുവിന്റെ രക്തവും തന്നെയാണ്. കർത്താവ് അങ്ങനെയാ പറയും, ഇതെന്റെ രക്തമാകുന്നു, ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ എന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പെസഹാ ദിവസം അല്ലെ. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അന്ത്യ അത്താഴത്തിന്റെ ദിവസമാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അറിയാം അല്ലേ? നമ്മളൊക്കെ വായിക്കുന്ന ഭംഗി അറിയാവുന്ന എന്തെയാണ്, ഒന്ന് റിക്കളക്ട് ചെയ്യാൻ ഓർമ്മപ്പെടുത്താൻ പറയാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്നാൽ സുവിശേഷ ഭാഗങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ മാത്രമാണ് വ്യത്യസ്തമായ ആശയം പറയുന്നത്. അപ്പോൾ മറ്റെല്ലാ എല്ലാ ശ്ലീഹന്മാരും സുവിശേഷന്മാരും പറയുന്നത് പെസഹാ ദിവസം കർത്താവിന് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, അപ്പോഴാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചെന്ന് പറയും. പക്ഷെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് തലേന്നാ പറയുന്നത്. കാരണം പറയുന്നത് യേശു ക്രിസ്തു എന്ന കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന പെസഹാ ദിവസം. അപ്പൊ എന്താ പെസഹാ എന്ന് പറയുന്നത്? എന്നാ വ്യാഴാഴ്ചയാണ്. അത് പറയുന്നത് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് യഹൂദന്മാരെ പെസഹാ കുഞ്ഞാടിനെ കൊല ചെയ്ത സമയത്താണ് ദൈവ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടത്. അതെന്നാ പെസഹ. അപ്പോൾ പെസഹ ആണെങ്കിൽ കർത്താവ് പെസഹാ ദിവസം ഇവിടെ കുരിശിൽ തറയ്ക്കാരെ കൊണ്ടുപോകുന്ന കുഞ്ഞാടാണ്. അതുകൊണ്ട് പറയുന്നത് തലേന്ന് തന്നെ അല്ലെങ്കിൽ പെസഹയുടെ തലേ ദിവസം വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നാണ് ആര് പറയുന്നത്? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള ശിഷ്യന്മാരും പറയുന്നത് പെസഹാ ദിവസം ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നാണ്. കാരണം യോഹന്നാൻ ശ്ലീഹ പറയാനുള്ള കാരണം എന്നാ, പെസഹാ ദിവസം കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ യേശു ക്രിസ്തു എന്ന കുഞ്ഞാടും അറുക്കപ്പെട്ടു. അങ്ങനെ അറുക്കപ്പെടണമെങ്കിൽ തലേന്ന് തന്നെ വിശുദ്ധ കുർബാന യേശു ക്രിസ്തു സ്ഥാപിച്ചിരിക്കണം.
എന്താ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വിശുദ്ധ കുർബാന സ്ഥാപനത്തെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമുക്കൊരു അല്ലെങ്കിൽ സുവിശേഷന്മാരുടെ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം പറയുന്നത് തന്നെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, അതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചതാണ്. അതിനകത്ത് വേറൊരു വ്യത്യാസമില്ല. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവ് തൻ്റെ കൈയാൽ സ്ഥാപിച്ച കർമ്മമാണ്, അല്ലെങ്കിൽ കർത്താവ് സ്ഥാപിച്ചതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഇതിൽ നിന്നും മാറ്റമായി വിശുദ്ധ ലൂക്കോസിന്റെ വിശുദ്ധ പൗലോസ്ലീഹ ലേഖനത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ പൗലോസ്ലീഹ ലേഖനം ഇവിടെ പറയുന്ന 11-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 38 മുതൽ 23 വരെയുള്ള വേദഭാഗത്ത് ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ പൗലോസ്ലീഹ പറയുന്ന വേദഭാഗത്ത് അവിടെ വിശുദ്ധ കുർബാന സ്ഥാപനത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു. പൗലോസ്ലീഹയുടെ വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ എഴുത്തിൽ ഉണ്ടാകുന്നൊരു മാറ്റം എന്താ? അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. മറ്റേതെങ്ങനെയാ പറയുന്നത്? പെസഹ ദിവസം ശിഷ്യന്മാർ ഒരുമിച്ച് മാളികയിൽ കൂടിയിരിക്കുമ്പോൾ അപ്പം എടുത്ത് നുറുക്കി, അല്ലേ? അപ്പോൾ പത്രോസ്ലീഹ പറയുന്നത് വേറൊരു വ്യാഖ്യാനം. പത്രോസ്ലീഹ പറയുന്നത് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത് പറയുന്നത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു, അല്ലേ? ഇതെന്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഔവണ്ണം തന്നെ അത്താഴ കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴോ ഒക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമോളുമുള്ള അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇതാണ് പൗലോസ്ലീഹായുടെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എഴുത്ത്, അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ സ്ലീഹന്മാർ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കണം. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുവാൻ ആഗ്രഹിച്ച 3-4 കാര്യമുണ്ട്. അത് ഒന്ന്, വിശുദ്ധ കുർബാന പെസഹായാകുന്നു. കാണിച്ചു കൊടുക്കുന്ന രാത്രി ഏതാ? പെസഹാ ദിവസം. അപ്പോൾ പത്രോസ്ലീഹ, നമ്മളറിയാം പൗലോസ്ലീഹ പിന്നീട് അല്ലേ അപ്പോസ്തലനായി അറിയപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ പോലും അവൻ പറയുവാനും ശ്രമിച്ചതും സ്ലീഹന്മാരെ പോലെ തന്നെ. എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന എന്താകുന്നു? പെസഹായാകുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു: തിന്മയും ദുഷ്ടതയുമാകുന്ന പുളിമാവ് നിശേഷം നീക്കി വിശുദ്ധിയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടി നമുക്ക് പെസഹ ഉത്സവം ആചരിക്കാം. ഇവിടെ പറയുന്നത് എങ്ങനെയാ പെസഹ ഉത്സവം ആചരിക്കേണ്ടത്? എങ്ങനെയാ? വിശുദ്ധിയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടി. അപ്പോൾ വിശുദ്ധി ഉണ്ടാകണം, സത്യം ഉണ്ടാകണം. അപ്പൊ വിശുദ്ധ കുർബാന അനുഭവിക്കണം, എന്തുണ്ടാകണം? വിശുദ്ധ ജീവിതം നയിക്കണം, സത്യമായ ജീവിതം. വിശുദ്ധിയും സത്യവും കൂടി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കാം. ഇതാ പൗലോസ്ലീഹ പറയാൻ ശ്രമിച്ചു. ഒന്നാമത്തെ ചിന്ത. രണ്ടാമതായി പറയുന്നത്, ക്രിസ്തുവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിൽ നാം പങ്കാളികളാകുന്നു. പൗലോസ്ലീഹ പറയാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിൽ നാം പങ്കാളികളാകുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ എന്തായിത്തീരുന്നു? അവന്റെ ശരീരരക്തങ്ങളിൽ നമ്മളായിത്തീരുമ്പോൾ എന്താ? അവനോടുകൂടെ നാം പങ്കാളികളാകുന്നു. വിശുദ്ധ കുർബാനയുടെ അർത്ഥം ഇതാണ്. നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താകണം? കർത്താവിന്റെ രക്തത്തിൽ പങ്കാളികളാകുകയാണ്. നമ്മൾ അതിനോട് ചേർന്ന് അല്ലെങ്കിൽ ഈകിച്ചേരുകയാണ് എന്ന് പറയാറില്ലേ? അതാ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 16-17-ാം വാക്യത്തിൽ പറയുന്നു: നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ കൂട്ടായ്മയല്ലയോ? നമ്മൾ നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ കൂട്ടായ്മയല്ലയോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ തീരുന്നു. അതോടൊപ്പം തന്നെ അവന്റെ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടാളികളായി മാറുന്നു. പിന്നെ പറയുന്നത്, അപ്പം ഒന്നാകൊണ്ട്
പലകായ നാം ഒരു ശരീരമാകുന്നു. നമ്മൾ എത്ര കുർബാന അർപ്പിക്കും? എത്ര അപ്പം കുർബാന അർപ്പിക്കും? ഒരപ്പം. ആ അപ്പത്തിന്റെ അംശികളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് അപ്പം നുറുക്കി നമ്മൾ ഒരപ്പത്തിന്റെ അംശികളായി ഒരപ്പം നമ്മൾ എത്രമാത്രം നുറുക്കി നമ്മൾ എല്ലാവരും കൂടും. അപ്പോൾ അപ്പത്തിന്റെ അംശികളാകുന്നു. പിന്നീട് പറയുന്നു, നാം എല്ലാവരും ആ അപ്പത്തിന്റെ അംശികൾ ആകുന്നുവല്ലോ. ഇത് പൗലോസ് ശ്ലീഹ പറയാൻ ആഗ്രഹിച്ചു തന്നെ. നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും അതിന്റെ ഭാഗവാക്കാകുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ മരണത്തോട്, ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളോട്, ക്രിസ്തുവിന്റെ ജീവിതത്തോട് ഇഴുകിച്ചേരുകയാണ്. നാം അതിന്റെ പങ്കാളികളാവുകയാണ്. മൂന്നാമതായി പൗലോസ് ശ്ലീഹ പറയാൻ ആഗ്രഹിച്ചത്, ഇവിടെ കർത്താവിന്റെ വരവ് വരെ അവിടുത്തെ അനുസ്മരണയ്ക്കായി കുർബാന അനുഷ്ഠിക്കണം എന്നായിരുന്നു അന്ത്യകൽപ്പന എന്ന് പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുകയാണ്. എന്താ കർത്താവ് പറഞ്ഞ എന്നാ? ഞാൻ വരുന്നത് വരെ ഇത് നിങ്ങൾ അനുഷ്ഠിക്കണം. കർത്താവ് വരുന്നവരെയാ. കർത്താവ് വന്നോ? കർത്താവ് വരുന്നിടം വരെ നമ്മളിത് കണ്ണു ചെയ്യണം. അന്നേ കർത്താവിന്റെ വരുവെങ്കിലേ ഈ കുർബാനയുടെ അർത്ഥം പൂർത്തീകരിക്കുകയുള്ളൂ. അതുവരെ നമ്മൾ ഇത് ഓർമ്മയ്ക്കായി ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ കുർബാന അനുഭവം എന്താ? കർത്താവിന്റെ ഓർമ്മയാണ്. ഇന്ന് പലപ്പോഴും പല സഭകളൊക്കെ പഠിപ്പിക്കുന്നത് കുർബാന എന്ന് പറയുന്നത് അനുഷ്ഠാനം എന്ന് പറയും. കുർബാന അനുഷ്ഠാനമല്ല. കുർബാന എന്താ? കർത്താവിന്റെ വരവ് വരെ നമ്മൾ അവനെ ഓർക്കുകയാണ്. അപ്പോൾ അവന്റെ സ്മരണ പുതുക്കലാണ് കർത്താവിന്റെ ശരീരത്വങ്ങളിൽ വിശുദ്ധ ബലി. നമ്മൾ ഓരോ കുർബാനയിലും നമ്മൾ അനുസ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. അതാ പൗലോസ് ശ്ലീഹ പറയുന്നത്, കർത്താവിന്റെ വരവ് വരെ അവിടുത്തെ സ്മരണയ്ക്ക് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കണം. അപ്പോൾ ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത് 1 കൊരിന്ത്യർ 11:26 ഇങ്ങനെ പറയുന്നു, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന എന്നാ? കർത്താവിന്റെ മരണത്തെ നമ്മൾ പ്രസ്താവിക്കുകയാണ്. പ്രസ്താവിക്കുന്ന പറയണം. ഓരോ വിശുദ്ധ കുർബാന അനുഭവവും ഓരോ വിശുദ്ധ കുർബാന സംബന്ധവും എന്താണ്? കർത്താവിന്റെ മരണത്തെയാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ അലക്ഷ്യമായി നിൽക്കരുത്. ഇപ്പോഴല്ലേ പല കുർബാനയിലൊക്കെ വരുമ്പോൾ പലരും വിശുദ്ധ കുർബാനയുടെ പുറവശത്തൊക്കെ പോയി, അല്ലെങ്കിൽ പള്ളിയുടെ പുറവശത്ത് പോയി സംസാരിച്ചുകൊണ്ട് നിൽക്കും, അല്ലേ? ചിലർ പോയി പുകവലിക്കുന്നവരുണ്ടാകാം. അപ്പൊ ഇങ്ങനെ പല ഉദ്ദേശത്തോടു കൂടി കുർബാന സമയത്ത് പങ്കെടുക്കുന്നവരുണ്ട്. അത് തെറ്റാണെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത്. കാരണം എന്നാ? ഒരു മരണ വീട്ടിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? തട്ട വെച്ചിട്ടാണോ? അല്ലല്ലോ, പ്രാർത്ഥനയോട് നിൽക്കും. ഇതാ പൗലോസ് ശ്ലീഹ പറയുന്നത്, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കർത്താവിന്റെ ഓർമ്മയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നാലാമതായിട്ട് പൗലോസ് ശ്ലീഹ പറയാൻ ആഗ്രഹിച്ചതാണ്, അയോഗ്യമായി കർത്തൃമേശയിൽ നിന്ന് ഇത് അനുഭവിക്കരുത്. അല്ലേ? അയോഗ്യമായി നിങ്ങൾ ഈ അപ്പത്തെ ഭക്ഷിക്കരുത്. പറയുന്നത് എങ്ങനെയാ? ഇവിടെ വായിക്കുന്നു, 1 കൊരിന്ത്യലേഖനം 11:27 വാക്യങ്ങൾ വായിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശുചാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. എന്താ പൗലോസ് ശ്ലീഹ പറയുന്നത്? ഈ അപ്പം, ഈ വീഞ്ഞ് ഭക്ഷിക്കുന്നവൻ എങ്ങനെ ചെയ്യണം? എങ്ങനെയാ? അയോഗ്യമായിട്ട് ഭക്ഷിക്കുവാൻ ഇടയാകരുത്. ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെ, ഇംഗ്ലീഷ് വേർഷൻ കൊണ്ട് മനസ്സിൽ സിമ്പിളാന്ന് പറയുന്നത് ഇങ്ങനെയാ, therefore whoever eats this bread or drinks this cup of the Lord in an unworthy manner. unworthy manner എന്ന് പറഞ്ഞാൽ അയോഗ്യമായി ഭക്ഷിക്കുക. unworthy manner, അയോഗ്യമായി അല്ലെങ്കിൽ വർത്തിയില്ലാത്ത അല്ലെങ്കിൽ unworthy manner will be guilty of the body and blood of the Lord. പിന്നീട് വായിക്കുന്നത്, but let a man examine himself and so let them eat of the bread and drink of the cup. For he who eats and drinks in an unworthy manner drinks judgment to himself, not discerning the Lord's body. ഇപ്പൊ 2 വാക്കുകളുടെ ഇംഗ്ലീഷ് വാക്ക്. 1 unworthy manner, 2 examine himself. പിന്നീട് പറയുകയാണ്, അവൻ അങ്ങനെ ചെയ്യുന്നത് എന്ത് പറ്റും? അന്ത്യന്യായ വിധിക്ക് യോഗ്യനാകും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്,
വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടുള്ള ആശയമാണ്. നമ്മൾ പറയുന്ന ഒത്തിരി ആശയങ്ങൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാൻ കഴിയും. വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞു, ബൈബിളിലും അതുപോലെ ന്യൂ ടെസ്റ്റമെന്റിലും പഴയ നിയമത്തിലും ഒക്കെ പുതിയ നിയമത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളോട് ബന്ധപ്പെടുത്തി നമുക്ക് വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവ് തന്നെ സ്ഥാപിച്ചാണെന്ന് പറഞ്ഞു. പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ കുർബാനയെ കുറിച്ചുള്ള ആശയത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ പറയുന്നത് അയോഗ്യമായി അപ്പം ഭക്ഷിക്കരുത്. ഇവിടെയാണ് വിശുദ്ധ കുംഭസാരത്തിന്റെ പ്രാധാന്യം. അപ്പൊ നമ്മളൊക്കെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് പലപ്പോഴും ചിലതൊക്കെ കണ്ണിൽ ഓടി ഇങ്ങോട്ട് വന്നിട്ട് കുർബാന അങ്ങ് അനുഭവിക്കുക, അങ്ങനെ ഒരു പ്രവണത നമുക്ക് എന്നൊക്കെ ഈ അടുത്ത കാലത്ത് വന്നൊരു പ്രവണതയാണ്. ഈ ഹൂസോയോ എന്ന് പറയുന്ന ഒരു പ്രവണത അടുത്ത കാലത്ത് എങ്ങനെയോ വന്നു ചേർന്നതാണ്. ഹൂസോയോ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിലുള്ള ചിന്തയെ അല്ല. ഹൂസോ എന്ന് പറഞ്ഞാൽ എന്നാ? കുർബാന സമയത്ത് എപ്പോഴെങ്കിലും വന്നാൽ പാവമോചനം. ഹൂസോ എന്ന വാക്കരുത്ത പാവമോചനമാണ്. ഇത് എങ്ങനെ വന്നു എന്നറിഞ്ഞുകൂടാ. ഏതെങ്കിലും പിതാക്കന്മാരെ പക്ഷെങ്കിൽ അല്പ സമയത്തിന് വേണ്ടി വല്ലതും ലാഭത്തിന് വേണ്ടി ചെയ്തതാകാം, പിന്നെ അത് പ്രമാണമായി മാറി. പക്ഷേ ഹൂസോയോ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രമാണമേ അല്ല. അത് നിങ്ങൾ ഓർത്തിരിക്കണം. വിശുദ്ധ കുർബാന അനുഭവിക്കണമെങ്കിൽ പറയുന്നത് പ്രത്യേക കാനൂനിൽ പറയുന്ന 3 മാസമെങ്കിലും കുമ്പസാരിച്ച് 3 മാസത്തിനുള്ളിൽ കുമ്പസാരിച്ച് ഉള്ളവർക്ക് മാത്രമേ ഹൂസോയോ കൊടുക്കാമെന്നാണ് ചിലടത്ത് പറയുന്നത്. ഇന്ന് അതുപോലുമില്ല. വർഷത്തിൽ ഒരിക്കൽ പോലും കുമ്പസാരിക്കില്ല, പക്ഷെ ഹൂസോയോ പ്രാപിക്കും, വിശുദ്ധ കുർബാന അനുഭവിക്കും. ഇത് പാടില്ല. പൗലോസ്ലീഹ പറയുന്നത് അയോഗ്യമായി ഈ അപ്പം തിന്നുന്നവൻ എന്ത് ചെയ്യും? ശിക്ഷാവിധിക്ക് യോഗ്യനാകും. അപ്പോൾ അയോഗ്യത ഇല്ലാതായി മാറണമെങ്കിൽ സഭ കൽപ്പിച്ചിരിക്കുന്ന കുദാശയാണ് കുമ്പസാരം. അപ്പൊ ഞാൻ കുർബാനയെ കുറിച്ച് ഒന്ന് പറഞ്ഞു നിർത്തുകയാണ്. കുർബാന നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടെന്ന് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കുർബാന എന്ന് പറയുന്നത് കർത്താവ് പെസഹാസും സ്ഥാപിച്ചതാണല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ ബൈബിൾ വാക്യങ്ങളൊക്കെ മനസ്സിലിരിക്കുക. അപ്പോൾ ഇവിടെയാണ് കുംഭസാരത്തിന്റെ പ്രസക്തി. അപ്പൊ കുംഭസാരം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഓർപ്പിച്ചതുപോലെ തന്നെ എന്തോ ചില കർമ്മങ്ങൾ കുംഭസാരിപ്പിക്കുമ്പോൾ അറിയാലോ, ജനങ്ങളുടെ മനസ്സിലെ ആശയം എന്ന് പറഞ്ഞാൽ കുംഭസാരം എന്ന് പറയുന്നത് പട്ടക്കാരൻ മുട്ടുകുത്തിയാൽ കുംഭസാരമായി എന്നൊരു ചിന്ത എങ്ങനെയോ നമ്മുടെ വിശ്വാസിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ കഷ്ടാനുഭാഴ്ച കുംഭസാരിക്കണം എന്ന് പറയും. കുംഭസാരിക്കും നിൽക്കുമ്പോൾ പറയും, അച്ഛ പ്രത്യേകിച്ച് പാപം ഒന്നുമില്ല, അച്ഛനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുംഭസാരം കഴിഞ്ഞു. ഇങ്ങനെ നമ്മളൊക്കെ കുമ്പസാരിക്കണ്ടേ? കുമ്പസാര പിതാവിന്റെ മുന്നേ പോയി നമ്മൾ നിൽക്കും, അച്ഛാ പ്രത്യേകിച്ച് പാപമൊന്നുമില്ല, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുമ്പസാരം കഴിഞ്ഞു. അപ്പൊ അച്ഛനൊന്നും പറയാനില്ല, കുമ്പസാരിക്കുന്ന വ്യക്തിക്ക് ഒന്നും പറയാനില്ല. ഇത് ഒരു വലിയ അപകടാവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് കുർബാനയുടെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുന്ന അനുഭവമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കണമെങ്കിൽ എങ്ങനെയാ പറഞ്ഞത് പൗലോസ്ലീഹ? അയോഗ്യമായി ഭക്ഷിക്കരുത്. ഈ അയോഗ്യത എന്ന് പറയുന്നത് അൺവർത്തി മാൻ എന്ന് പറഞ്ഞാൽ എന്നാ? അയോഗ്യത എന്ന് പറഞ്ഞാൽ എന്നാ? ഇപ്പൊ രാഷ്ട്രീയത്തിലുണ്ട് അയോഗ്യത കൽപ്പിക്കും, അല്ലേ? കൂറുമാറ്റമൊക്കെ വന്നാൽ അയോഗ്യത കൽപ്പിക്കും. ഇപ്പൊ ചിലയിടത്തുണ്ട് ചില സമൂഹ നീതി പ്രകാരം അവരെ ഉരുവിലക്കുക എന്ന് പറയും, അല്ലെ? ഉരുവിലക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? അവർക്ക് അയിത്തം കൽപ്പിക്കുക. ഇപ്പൊ ഇതുപോലെ ഒരു ചിന്തയാണോ ഈ അയോഗ്യത എന്ന് പറയുന്നത്? അപ്പോൾ അയോഗ്യത എന്ന് പറയുന്നത് അർത്ഥം എന്നാ? എന്തിനോ യോഗ്യതയില്ലാത്ത അവസ്ഥ, അല്ലേ? ഇപ്പൊ യോഗ്യതയില്ലാത്ത അവസ്ഥയിൽ നിന്നും യോഗ്യതയുള്ള അവസ്ഥയിലേക്ക് വരുവാൻ സഭ കൽപ്പിച്ചിരിക്കുന്ന കുദാശകളിൽ ഒന്നാണ് കുമ്പസാരം. അപ്പോൾ വിശുദ്ധ കുർബാന അനുഭവത്തിന് മുമ്പ് കുമ്പസാരിക്കണം എന്നുള്ളത് സഭയുടെ പ്രമാണങ്ങളിൽ അടിസ്ഥാനമാണ്. അതിനകത്തൊരു വിട്ടുവീഴ്ചയിൽ there is no compromise. ഇത് നമ്മളൊക്കെ കോംപ്രമൈസ് ചെയ്യുക. എന്തിനാ? നമ്മുടെ ചില സമയം ലാഭപ്പെടുത്താൻ വേണ്ടിയൊക്കെ കോംപ്രമൈസ് ചെയ്യുക. ഞാൻ മുന്നിടുന്ന പള്ളിയില്, ഒരു വലിയ പള്ളിയാണ്, അവിടെ ഇലക്ഷൻ വരും. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള പ്രശ്ന സങ്കീർണമായ ഒരു മാസമാണ്. കാരണം എന്താ? ഇലക്ഷൻ വരിക. 2 പാനലൊക്കെ ആയിട്ട് ഇലക്ഷൻ നടത്തും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പ്രാവശ്യം 84 വയസ്സുള്ള അപ്പച്ചനെ കട്ടിലോട് കസേര എടുത്തു വന്നിരിക്കുക, വണ്ടി കസേരയോട് കയറ്റി പള്ളി കൊണ്ടുവന്നിരിക്കുക. അപ്പൊ ഞാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, വോട്ട് ചെയ്യാൻ കൊണ്ടുവന്ന അപ്പച്ചനെ വോട്ട് ചെയ്യാൻ. അപ്പച്ചനെ നിർബന്ധിച്ച് കുമ്പസാരിപ്പിച്ച് വോട്ട് ദിവസം പള്ളിയിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചു. കാരണം എന്നാ? ഈ പാനൽ ജയിക്കണം. അപ്പൊ പാനൽ ജയിക്കാൻ വേണ്ടിയും ഈ പള്ളിയിലെ ചില സ്ഥാനങ്ങളിലെത്താൻ വേണ്ടിയും ഒക്കെ നമ്മൾ കുമ്പസാരിക്കും. ഇത് കുമ്പസാരമല്ല, ഇതെന്തിനോ കാട്ടിക്കൂട്ടുന്ന ചില പ്രക്രിയയായിട്ട് നമ്മൾ മാറ്റിയിട്ടു. അപ്പോഴാണ് നമ്മൾ കുമ്പസാരത്തിന്റെ ആശ്രയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കണമെങ്കിൽ നമ്മൾ യോഗ്യത നേടണം, അല്ലേ?
ഇപ്പൊ നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങൾക്കൊക്കെ മെഡിക്കൽ എൻട്രൻസ് എഴുതിയാലേ മെഡിക്കൽ സീറ്റ് കിട്ടുകയുള്ളൂ. പരീക്ഷ എഴുതാതിരുന്ന എൻട്രൻസ് ജയിക്കാൻ നോക്കൂ. പരീക്ഷ എഴുതി എൻട്രൻസിന് കിട്ടുന്ന മാർക്ക് ലഭിച്ചെങ്കിലേ അവൻ അടുത്ത കോളേജിലേക്കോ എങ്ങോട്ടേലും പോകാൻ ഒക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാ വിശുദ്ധ കുർബാന അനുഭവിക്കണം, നമ്മൾ യോഗ്യത നേടണം. എൻട്രൻസ് എക്സാം വേണം. ആ എൻട്രൻസ് ആണ് എന്ത്? വിശുദ്ധ കുർബാന. അപ്പോൾ ഇന്നൊക്കെ നമ്മൾ വളയമില്ലാതെ ചാടുക, എൻട്രൻസ് ഒന്നും എഴുതാതെ തന്നെ അങ്ങ് ചെന്ന് കുർബാന അനുഭവിക്കുക. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കുമാണ് കുർബാനയുടെ ആ അർത്ഥം, കുർബാനയുടെ ആ മഹത്വം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്, വിശുദ്ധ കുർബാനയില് നമ്മൾ ഓർക്കേണ്ടത്, വിശുദ്ധ കുർബാന അനുഭവിക്കണമെങ്കിൽ കുമ്പസാരിച്ചിരിക്കണം. ഇത് നമ്മളൊരു നിമിതമായിട്ട് ഒരു നിയമമായിട്ട് നമ്മുടെ മനസ്സിൽ എഴുതണം. നമ്മുടെ സഭയുടെ ഇന്നെന്തെയോ ഒരു പ്രശ്നിക്കുന്ന പ്രയാസങ്ങൾ കാരണം സത്യകുംഭസാരം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സത്യകുംഭസാരം നടക്കണം. അതെന്തിനു വേണ്ടിയാ? വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിശുദ്ധ ബലി യോഗ്യമായി തീരണമെങ്കിൽ യോഗ്യതയോടുകൂടി അനുഭവിക്കുന്ന വിശ്വാസികളുണ്ടാകണം, അല്ലേ? ഈ വിശ്വാസിയുടെ അപര്യാപ്തതയാണ് നമ്മുടെ സഭയുടെ ഇന്നത്തെ അപജയത്തിന് കാരണം. അപ്പോൾ അയോഗ്യമായി ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാണ് എങ്കിൽ അയോഗ്യമായിട്ട് ഈ അപ്പം കൊടുക്കുന്ന സഭയും എന്താകും? അയോഗ്യമായിട്ട് മാറും. ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന വ്യക്തി, ഞാനും സഭയുടെ ഒരു പുരോഹിതനാണെങ്കിൽ എൻ്റെ ഡ്യൂട്ടിയാണ് ഭംഗിയായി ഈ പറയുന്ന യോഗ്യതയുള്ളവർക്ക് കുർബാന കൊടുക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, അയോഗ്യമായി അപ്പം ഭക്ഷിക്കുവാൻ പാടില്ല. ഈ പൗലോസ്ലീഹായുടെ ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കുംഭസാരം സഭയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മൾ വിശ്വാസം പഠിക്കുന്നുണ്ട്, പഠനം നടക്കുന്നുണ്ട്. ഈ പഠനത്തിൽ കേൾക്കുന്നവരെങ്കിലും ദയവ് ചെയ്ത് വിശുദ്ധ കുർബാന അനുഭവിക്കണമെങ്കിൽ കുമ്പസാരിക്കണം. കുമ്പസാരം നമ്മളിപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും മാസത്തിൽ ഒരിക്കലോ 3 മാസത്തിൽ ഒരിക്കലെങ്കിലോ വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ തയ്യാറാകണം. അപ്പോൾ വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നതിന് പല വ്യത്യസ്തമായ നിർവചനങ്ങൾ, ആശയങ്ങൾ ഞാൻ വായിക്കാം. ഒരു ഇംഗ്ലീഷിലെ ഒരു കൺഫെഷനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ. ഹോളി കൺഫെഷൻ ഈസ് എ സാക്രമെന്റ്. ഇതെന്താ? കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? കുമ്പസാരം. കുമ്പസാരം എന്ന് പറഞ്ഞാൽ എന്നാ? ഒരു സാക്രമെന്റ് ആണ്, കുദാശയാണ്. ദൈവത്തിന്റെ കൃപകളെ സ്വീകരിക്കാനുള്ള കർമ്മമാണ് കുദാശകൾ. അപ്പോൾ ഹോളി കൺഫെഷൻ ഈസ് എ സാക്രമെന്റ് in which the penitent confess his or her sins. എന്ത് ചെയ്യണം? അവന്റെ പാപങ്ങളെ കുറിച്ച് അവൻ പെനിറ്റന്റ് എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. അപ്പോൾ പശ്ചാത്തപിക്കുന്ന പാപി അവന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നതാണ് കുമ്പസാരം. പിന്നീട് പറയുന്നത്, ബിഫോർ ആൻ ഓർഡൈൻഡ് പ്രീസ്റ്റ്, ദൈവത്താൽ അഭിഷിക്തനാക്കപ്പെട്ട ഒരു പുരോഹിതന് മുന്നേ പാപങ്ങളെ ഏറ്റുപറയണം. പിന്നെ പറയുന്നത്, ഹു ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഗോഡ് ഓൺ എർത്ത്. ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നമ്മൾ കാണുന്ന ആളാണ് പുരോഹിതൻ. അപ്പോൾ പുരോഹിതന്റെ മുന്നിൽ പാപങ്ങളെ ഏറ്റു പറയുന്നു. ഹു ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ പെനിറ്റന്റ് റിസീവ് ദ ഗ്രേസ് ഓഫ് ഫർഗീവ്നെസ് ഓഫ് സിൻസ്. അവൻ എന്ത് ചെയ്യുന്നു? പാപങ്ങളെ കുറിച്ചുള്ള പല പാപത്തെ കുറിച്ച് അവന് എന്ത് ചെയ്യുന്നു? ഫർഗീവ്നെസ്, അവന് പാപങ്ങൾ എന്നുള്ള മോചനം ലഭിക്കുന്നു. ഫ്രം ഗോഡ്. ആരിൽ നിന്നും? ദൈവത്തിൽ നിന്നും. പലപ്പോഴും നമ്മൾ നോർത്തിരുന്ന അച്ഛനാണ് പാപമോചനം നൽകുന്നത്. അച്ഛനല്ല പാപമോചനം നൽകുന്നത്. ഇവിടെ പറയുന്നത്, പെനിറ്റന്റ് റിസീവ് ദ ഗ്രേസ് ഓഫ് ഫർഗീവ്നെസ് ഓഫ് സിൻസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുമാണ് നമ്മൾ പാപമോചനം പ്രാപിക്കുന്നത്. പിന്നെ പറയുന്നത്, ത്രൂ ദ പ്രീസ്റ്റ്. അപ്പൊ ദൈവത്തിന്റെ പ്രതിനിധിയായ പട്ടക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തു നൽകുന്നു? പാപമോചനം നൽകുന്നു. വാക്കുകൾ വായിക്കാം. ഹോളി കൺഫെഷൻ ഈസ് എ സാക്രമെന്റ് in which the penitent confess his or her sins before an ordained priest who is a representative of Lord Jesus Christ, and the penitent receives the grace of forgiveness of sins from God through the priest. അത് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ കുംഭസാരം എന്ന് പറയുന്നത് ഇതൊരു സാക്രമെന്റ്, ഇതൊരു കുദാശയാണ്. ഈ കുദാശയിൽ എന്ത് ലഭിക്കുന്നു? ഫർഗീവ്നെസ് ഓഫ് സിൻസ്, പാപമോചനം ലഭിക്കുന്നു.
3 ആടെ മുമ്പാകെ, ഒരു പട്ടക്കാരന്റെ മുമ്പാകെ. പട്ടക്കാരൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിൽക്കുന്നു. അപ്പോൾ പാപങ്ങളെ മോചിക്കുന്നത് ആരാണ്? ദൈവമാണ്. പുരോഹിതനിൽ കൂടി ദൈവം പാപങ്ങളെ മോചിക്കുന്നു. ഇങ്ങനെയാണ് ഈ കുംഭസാരത്തെ കുറിച്ച് ഒരു നിർവചനം. കണുത്ത നിർവചനങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മറ്റൊന്ന് പറയുന്നത്, പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്ന വ്യക്തിയെ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്തുവാനുള്ള പുതിയ നിയമ കുദാശയാണ് കുംഭസാരം. കുംഭസാരത്തെ കുറിച്ച് പറയുന്നതാണ്, പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്ന വ്യക്തിയെ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്തുവാനുള്ള പുതിയ നിയമ കുദാശയാണ് കുംഭസാരം. അപ്പൊ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാനുള്ള കുദാശയാണ് എന്ത്? കുംഭസാരം. പിന്നെ പറയുന്നത്, കൺഫെഷൻ ഈസ് an act of admitting that you have done something wrong to God. ദൈവത്തോട് ഞാൻ എന്തോ അപരാധം ചെയ്തു പോയി എന്ന് സമ്മതിക്കുന്ന അനുഭവമാണ്, ഒരു ആക്ടാണ്, ഒരു പ്രക്രിയയാണ് കുംഭസാരം. പിന്നീട് കുംഭസാരത്തെ കുറിച്ച് പറയുന്നത്, കൺഫെഷൻ ഈസ് എ ഫോർമൽ അഡ്മിഷൻ ഓഫ് സിൻസ്. പാപങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക? അഡ്മിറ്റ് ചെയ്യുക. നമുക്കില്ലാത്തതുണ്ട് പാപങ്ങളെ കുറിച്ച് നമുക്കൊന്ന് അത് ചെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയാറില്ല. അപ്പോൾ കുംഭസാരം എന്ന് പറയുന്നത് എന്നാ? ഇത് പാപങ്ങൾ ഞാൻ ചെയ്തു പോയി എന്ന് ദൈവത്തോട് അഡ്മിറ്റ് ചെയ്യുകയാണ്. പിന്നെ പറയുന്നത്, വിത്ത് റിപ്പന്റൻസ് ആൻഡ് ഡിസയർ ഓഫ് അബ്സല്യൂഷൻ. എന്താ? ഞാൻ പാപം ചെയ്തു പോയി എന്ന് അനുദപിക്കുകയും ആ പാപമോചനത്തിന് ദൈവത്തിൽ നിന്നും എന്ത് ലഭിക്കണം? പൂർണ്ണ പാപവിമോചനം ലഭിക്കുകയും ചെയ്യണം. എസ്പെഷ്യലി പ്രൈവറ്റ്ലി ടു എ പ്രീസ്റ്റ് ആസ് എ റിലീജിയസ് ഡ്യൂട്ടി. ഒരു പുരോഹിതനോട് ഇത് ഏറ്റുപറഞ്ഞ് തൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള മോചനം ദൈവത്തിൽ നിന്നും ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുന്ന ഒരു മതപരമായ ഒരു ചടങ്ങാണ്, ഒരു മതപരമായ ഒരു പ്രക്രിയയാണ് കുംഭസാരം. ഇങ്ങനെ കുംഭസാരത്തെ കുറിച്ച് ഒത്തിരി ഡെഫിനിഷൻ ഉണ്ട്. എന്തായാലും കുംഭസാരത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. കുംഭസാരം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ കുദാശയാണ്. ആ ദൈവത്തോട് പാപമോചനം നേടുന്നതാണ്. നമ്മുടെ പാപങ്ങളെ ദൈവം മുമ്പാകെ ഏറ്റുപറയുന്നതാണ്. അതുപോലെ തന്നെ പാപങ്ങളെ ദൈവം മോചിക്കുവാൻ നമ്മൾ ഈ കുംഭസാരം നടത്തുകയാണ്. അപ്പോൾ ഇവിടെയാണ് പൗലോസ്ലീഹ പറയുന്നത്, അയോഗ്യമായി നിങ്ങൾ വിശുദ്ധ കർത്താവിനെ ശരീരത്തിൽ അനുഭവിക്കുവാൻ പാടില്ല. അതിനാണ് വിശുദ്ധ കുംഭസാരം സഭയിലാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ ചോദ്യം ഉണ്ടാകാം, എവിടെയാണ് ഈ കുംഭസാരത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊക്കെ പലരും ചോദിക്കാറ്, എന്തിനാ പട്ടക്കാരന് മുമ്പാണ് കുംഭസാരിക്കുന്നത്? വേദപുസ്തകത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ വേദപുസ്തകത്തിൽ പറയുവാണെങ്കിൽ വേദപുസ്തകത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു മതപരമായ ഒരു പുരോഹിതന് മുമ്പാകെ കുംഭസാരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഏതാ ബൈബിളിലെ അടിസ്ഥാന വാക്യം? ബൈബിളിൽ പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് തൻ്റെ പരശുശ്രൂഷ അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിട്ട് അവരോട് പറയുന്നൊരു വാക്യമായത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അപ്പോൾ ചോദിക്കാം, എന്താണ് ഇതിലൊരു ഡയറക്റ്റ് വിശുദ്ധ കുംഭസാരവുമായിട്ടുള്ള ബന്ധം? അത് നമുക്ക് അതിലേക്ക് വരിക. ഇവിടെ പറയുന്നത് എന്നാ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും അഴിക്കപ്പെട്ടിരിക്കും. 1-2 വാക്കോട് ചേർത്ത് വായിക്കണം. ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണ വേളയിൽ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്യമുണ്ട്. അവിടെ പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, യേശു അടുത്തു ചെന്നു. താൻ സ്വർഗാരോഹണം ചെയ്യാൻ പോവുകയാണ്. യേശു ശിഷ്യന്മാരെ അടുത്ത് എന്ന് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞ എന്നാ? സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരങ്ങളും ആര് നൽകിയിരിക്കുന്നു? പിതാവാം ദൈവം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് തരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-18 പറയുന്നത് എന്നാ? എനിക്ക് സകല അധികാരങ്ങളും സ്വർഗത്തിലും ഭൂമിയിലും എൻ്റെ പിതാവ് നൽകിയിരിക്കുന്നു, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ കർത്താവ് പറഞ്ഞത് ഭൂമിയിൽ കെട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കെട്ടുന്നതൊക്കെ ആരുടെ പറഞ്ഞത്? ശിഷ്യന്മാരുടെ പറയാണ്. ഭൂമിയിൽ കെട്ടുന്നതൊക്കെ നിങ്ങൾ കെട്ടുന്നതൊക്കെ കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതൊക്കെ
അഴിയപ്പെട്ടിരിക്കും. ഇതുപോലെ തന്നെ വേറൊരു വാക്യം പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 20:23. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം, കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാര് കൂടി ഒരു മാളികയിൽ ഇരിക്കുകയാണ്. മാളികയിലിരിക്കുമ്പോൾ കർത്താവ് അവരുടെ നടുവിൽ വന്ന് അവരുടെ മേൽ ഊതി എന്ന് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. എന്താ പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരോടാ പറയുന്നത്? കർത്താവിന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ? ഇത് കർത്താവ് മുമ്പ് ശിഷ്യന്മാരെ കൂട്ടി തന്റെ മരണത്തിന് മുമ്പ് പറഞ്ഞൊരു വാക്യം ഞാൻ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 18:18. കർത്താവ് ഉദ്ധാനം ചെയ്ത സമയത്താണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭൂമിയിൽ കിട്ടിയ അവകാശം മുഴുവൻ തരുന്നു. ഈ കർത്താവ് ഉദ്ധാനം ചെയ്ത ശിഷ്യന്മാരോട് പറയുകയാണ്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:23, അവരുടെ മേൽ ഊതി അവരുടെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താ? മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നാ, പാസ്റ്റ് ടെൻസാ പറയുന്നത്. അല്ല മോചിക്കപ്പെടുമെന്നോ മോചിക്കപ്പെടാൻ ഇരിക്കുന്നു എന്നല്ല, മോചിക്കപ്പെട്ടിരിക്കുന്നു. സെർട്ടനിറ്റിയാ അല്ലേ? അവിടെ സെർട്ടനിറ്റി, അവിടെ ഒരു സംശയമുണ്ടോ? സംശയമില്ലല്ലോ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചിരിക്കുന്നുവോ അത് മോചിച്ചിരിക്കുന്നു. പിന്നീട് പറയുന്നത് ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമുണ്ട്. കർത്താവ് പറഞ്ഞത് ഇനിയും വരുവാനുള്ളതിനെ കുറിച്ചാണോ? അല്ല. എന്തോ കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ആരോടാ പറയുന്നത്? ശിഷ്യന്മാരോട്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമാണെന്ന് നിങ്ങൾ ഭൂമിയിൽ കെട്ടുകയും അഴിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ വാക്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ക്രിസ്തു നൽകിയ ഈ അധികാരമാണ് നമ്മുടെ സഭയിലെ ഇന്ന് തലമുറയായി പിന്തുടർന്ന് നമ്മൾ അന്വേഷിച്ച് പോരുന്ന ദൈവിക നീതി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ കൃപ വിനിയോഗിച്ച് പാപങ്ങൾ കൊടുക്കുന്ന കുദാശയായിട്ട് നമ്മൾ ഇന്ന് കുംഭസാരത്തെ കാണുന്നത്. കുംഭസാരം എന്ന് പറഞ്ഞ പോലെ തന്നെ ബൈബിളിൽ വ്യക്തമായിട്ടൊരു പുരോഹിതന് മുന്നിൽ നിങ്ങൾ പോയി കുംഭസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വിശുദ്ധ ബൈബിളിൽ പറയുകയാണ്, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതൊക്കെ ഭൂമിയിൽ അഴിഞ്ഞിരിക്കും. നമ്മുടെ സഭയുടെ പ്രത്യേകത എന്നാ? ഒത്തിരി സഭകളുണ്ട്. അപ്പോസ്തോലിക് സക്സഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ചർച്ചസിന്റെ പൈതൃകമാണ്. നമ്മൾ ഇന്ന് മാർത്തോമാ ശ്ലീഹായെ ഓർക്കുമല്ലോ അല്ലേ? മാർത്തോമാ ശ്ലീഹ ആരാ? കർത്താവിന്റെ ശിഷ്യനായിരുന്നു. മാർത്തോമാ ശ്ലീഹ നമ്മളാരും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. മാർത്തോമാ ശ്ലീഹയെ കണ്ടത് ആരും കാണത്തില്ല ഇവിടെ. പക്ഷെ ഇന്ന് നമ്മുടെ പൈതൃകം എന്നാ? മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്നല്ലേ പറയുന്നത്. മാർത്തോമാ ശ്ലീഹയെ കണ്ടിട്ടുണ്ടോ? എവിടെയാണ് മാർത്തോമാ ശ്ലീഹയെ കുറിച്ച് നമുക്ക് ലഭിച്ച വിവരം? കർത്താവ് ബൈബിളിൽ കൂടി അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യനായ ബൈബിളിൽ കൂടി രേഖപ്പെടുത്തിയതിൽ കൂടിയാണ് നമ്മൾ എന്തറിയുന്നത്? വിശുദ്ധ മാർത്തോമാ ശ്ലീഹ. കർത്താവിന്റെ ശിഷ്യന്മാരെയൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാ. ആ കർത്താവാണ് പറഞ്ഞത് ശിഷ്യന്മാരോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്രകാരം ചെയ്യണം. അത് നമ്മൾ പിന്തുടരുകയാണ്. ഓരോ തലമുറ കഴിയുന്നതോറും നമ്മൾ അപ്പോസ്തോലിക്ക് പിന്തുടച്ച അവകാശപ്പെടുന്ന സഭയാണ് അല്ലേ? നമ്മൾ ഒരിക്കലും അപ്പോസ്തോലിയെ പിന്തുടച്ചതിൽ നിന്ന് പിന്മാറിയ ഒരു വിശ്വാസം നമുക്കില്ല. ഉണ്ടോ? ഇല്ല. അപ്പോസ്തലന്മാരും കർത്താവും എന്ത് പഠിപ്പിച്ചോ അത് തുടർച്ചയായി അനുസ്യൂതമായി തുടരുന്നൊരു വിശ്വാസമാണ് നമ്മുടെ. അതുകൊണ്ടാണ് നമുക്ക് ഈ ട്രഡീഷണൽ ചർച്ചസ് എന്ന് പറയുന്ന ഒരു പേര് തന്നെയുണ്ട്, പരമ്പരാഗത വിശ്വാസം. മറ്റു സഭകൾക്കില്ല. പ്രൊട്ടസ്റ്റന്റ് ചർച്ചകൾക്കൊന്നും അവകാശപ്പെടാനില്ല. ഒത്തിരി സഭകളുണ്ടല്ലോ. കാശുകൊണ്ട് സഭകൾ ഉണ്ടാക്കി അതിന്റെ ബിഷപ്പായിട്ടും അതിന്റെ അതോറിറ്റിയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ പിന്തുടർച്ച അവകാശപ്പെടാനില്ല. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ നേതാവ് ലക്ഷങ്ങൾ കോടികൾ കൊടുത്ത് മെത്രാപ്പോലിത്തയായത്. കാരണം എന്താ? ഈ അപ്പോസ്തോലിക് സക്സഷൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ കാശ് കൊടുത്ത് വാങ്ങുവാൻ നമുക്ക് ആവശ്യമില്ല. കാരണം എന്നാ? പിൻതലമുറയായി തലമുറകളായി നൂറ്റാണ്ടുകളായി മാർത്തോമാ ശ്ലീഹായുടെ ക്രിസ്തുവിന്റെ പാരമ്പര്യം, സഭയുടെ പാരമ്പര്യം തുടരുന്നൊരു സഭയാണ് മലങ്കര സഭ. അതുകൊണ്ട് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് അതിന്റെ പിൻഗാമികളാണ് നമ്മളൊക്കെ ആരുടെ പിൻഗാമികളാ? മാർത്തോമാ ശ്ലീഹയുടെ പിൻഗാമികൾ തന്നെയാണ്. അവിടെയാണ് കർത്താവ് പറഞ്ഞ ഈ വാക്യം ശ്രദ്ധേയമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ അപ്പോസ്തോലിക പിന്തുടർച്ചയനുസരിച്ച്
അപ്പോസ്തലന്മാർക്ക് ദൈവം നൽകിയ ഈ വരം ഇന്നും സഭയിൽ തുടരുകയാണ്. എന്നാൽ ഞാനിവിടെ ഒരു പുരോഹിത രീതിയിൽ എല്ലാ പുരോഹിതന്മാരും നമുക്ക് വിശ്വസിന് വെക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് ഞാൻ സമ്മതിക്കുന്നു. ഇന്നൊക്കെ വിശ്വാസികൾക്ക് അച്ഛന്മാരോടൊക്കെ ഇച്ചിരി അകൽച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം അച്ഛന്മാരോട് അത്രമാത്രം വിശ്വാസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എന്നാ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജാണ്. അത് സമ്മതിക്കുന്നു. എങ്കിൽ തന്നെയും കർത്താവ് ശിഷ്യന്മാരിൽ നൽകിയ ആ പട്ടത്വം, ആ അനുഗ്രഹം ഇന്നും തലമുറയായിട്ട് നമ്മുടെ സഭയിലും നമ്മൾ പിന്തുടരുകയാണ്. അവൾ കുംഭസാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ ഇതാണ്. കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഈ അനുഗ്രഹം, കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഈ ഒരു കൃപ തലമുറയായി നമ്മുടെ സഭയിൽ അപ്പോസ്തോലിക് പിന്തുടർച്ചയിൽ കൂടി നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനെയാണ് ബേസ് ചെയ്താണ് വിശുദ്ധ കുംഭസാരം എന്ന് പറഞ്ഞ ആശയം നമ്മുടെ സഭയിൽ നമ്മളൊരു കുദാശയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകാം, കുംഭസാരം പഴയ സഭയിലും പുതിയ നിയമസഭയിലും ഉണ്ടായിരുന്നു. അപ്പൊ ചോദിക്കാം, ഇങ്ങനെ ഒരു കുംഭസാരത്തിന്റെ ശൈലി വേദപുസ്തകത്തിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണ റെഫറൻസ് ഞാൻ പറയാം. പഴയ നിയമകാലത്തിലും ഓരോ പാപവും ദൈവത്തിനെതിരായി ചെയ്യുന്ന തെറ്റാണ് എന്ന ബോധ്യത്തോടുകൂടി പാപങ്ങളെ പഴയ നിയമത്തിൽ ഏറ്റു പറഞ്ഞിരുന്നു. കർത്താവിനെതിരെ ചെയ്യുന്ന തിന്മയാണ്, ദൈവത്തിനെതിരെ ചെയ്യുന്ന തെറ്റുകളാണ് പാപം എന്ന ബോധ്യത്തോടുകൂടി പഴയ നിയമകാലത്തും ഈ പറയുന്ന പാപങ്ങളെ ഏറ്റുപറയുന്ന പ്രവണത യഹൂദ സഭയിൽ അല്ലെങ്കിൽ പഴയ നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഉദാഹരണം, ലേവ്യാപുസ്തകം 26 അധ്യായം 41 വാക്യം. ലേവ്യാപുസ്തകം 26 അധ്യായം 41 വാക്യം വായിച്ചു നോക്കണം. പറയുന്നത് പാപങ്ങളെ ഏറ്റുപറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ലേവ്യാപുസ്തകം 5 അധ്യായത്തിന്റെ 17-18 വാക്യം. ലേവ്യാപുസ്തകം 5 അധ്യായം 17-18 വാക്യം. അവിടെ പറയുന്നത് യഹൂദന്മാരുടെ ചിന്തയനുസരിച്ച് അവർക്ക് അകൃത്യയാഗം കഴിക്കണം. വായിച്ചാൽ ഒത്തിരി യാഗങ്ങളുണ്ട്. അകൃത്യയാഗം, ഹോമയാഗം, പാപയാഗം, കരപൂരാണയാഗം, ഒത്തിരി യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അകൃത്യയാഗം എന്ന് പറയുന്നത് എന്നാ? താൻ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി ദൈവത്തോട് പാപങ്ങളെ ക്ഷമിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു യാഗമാണ് അകൃത്യയാഗം. ഇത് യഹൂദന്മാർ ചെയ്തിരുന്നു. അപ്പോൾ പഴയ നിയമകാലത്തുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആരെ കുറിച്ചാ? ദാവീദും നാഥാനും. അല്ലേ? ദാവീദിനോട് പറയുകയാണ്, അറിയാവുന്ന നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നു, നീ പാപം ചെയ്തു, അല്ലേ? നീ ഊരിയാവിന്റെ ഭാര്യയെ അവനെ കൊന്ന് നീ സ്വന്തമാക്കി, അപ്പോൾ നീ ചെയ്തത് തെറ്റാണ് എന്ന് നാഥാൻ പറയുന്നുണ്ട്. നല്ലൊരു അധ്യായമാണ് 2 ശമൂവേൽ 11-ാം അധ്യായം 12-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് എന്നാ? ദാവീദ് തന്റെ തെറ്റുകളെ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതാണ് 51-ാം സങ്കീർത്തനം. കർത്താവേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് ഇനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. അല്ലേ? എന്ത് ഹൃദയത്തിൽ നിന്നുമുള്ള പാപത്തിനു വേണ്ടിയുള്ള പാവമോചനത്തിനുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ദാവീദ് നാഥാൻ പ്രവാചകൻ തന്റെ കുറവുകളെ ഓർപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? പശ്ചാത്തപിച്ചു, പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പഴയ നിയമകാലത്ത് ഒത്തിരി ഉണ്ട്. ഇവിടെ പറഞ്ഞ വേദഭാഗങ്ങളൊക്കെ. അതുപോലെ സംഖ്യാപുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം, നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യം വായിച്ചു നോക്കണം, വീട്ടിൽ പോയി എഴുതിയെടുത്തവര്. ഇവിടെയൊക്കെ പറയുന്നത് തന്നെ പഴയ നിയമകാലങ്ങളിൽ ഈ പറയുന്ന പാപങ്ങളെ ഏറ്റുപറയുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു, ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പുതിയ നിയമകാലത്തിലും ഈ പറയുന്ന ആശയങ്ങൾ ഉണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ സഭ അല്ലെങ്കിൽ ക്രിസ്തു സഭയായ പുതിയ നിയമകലയിലും സഭയിലും ഇതുണ്ട്. ഉദാഹരണം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15-ാം വാക്യം മുതൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15-ാം വാക്യം മുതൽ പറയുന്നത് തെറ്റ് ചെയ്തല്ല സത്യമായി അംഗീകരിക്കണമെന്ന് കർത്താവ് പറയുന്നു. ഇതുപോലെയാണ് പിന്നെ നമ്മൾ കാണുന്നത് യോഹന്നാൻ സ്നാപകൻ അടുത്തിന്ന് യഹൂദർക്ക് പാപങ്ങളെ കുറിച്ചുള്ള മോചനം ഉണ്ടാക്കിയത് ഏറ്റുപറയുന്നത്. അല്ലേ? അവർ ഇവിടെ പറയുന്നത് അവർ യോഹന്നാന്റെ അടുത്ത് നിന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാമോദിസ സ്വീകരിച്ചു. യോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ചു, പാപങ്ങളെ ഏറ്റുപറഞ്ഞു.
അത് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം. പിന്നീട് നമ്മൾ കാണുന്നു സഖായിയുടെ പുസ്തകം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ സഖായിയുടെ മകൻ സഖായി പറയുന്നത് എന്നാ? ദൈവമേ, ഞാന് 4 മടങ്ങ് തിരിച്ചു കൊടുക്കുകയാണ്. കർത്താവേ, നിന്നെ കണ്ടു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പാപങ്ങളെ കുറിച്ച് ബോധ്യമായി ഞാനത് 4 മടങ്ങ് തിരിച്ചു കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പാപിയായ സ്ത്രീ, കാണുന്നല്ലേ, പാപിയായ സ്ത്രീ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പാപങ്ങളെ ഏറ്റു പറഞ്ഞപ്പോൾ അവൾക്ക് പാപമോചനം ലഭിച്ചു. ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും. അതുപോലെ യാക്കോബിന്റെ ലേഖനം 5:15 നമ്മൾ വായിക്കുന്നത്, ഇവിടെ പറയുന്നു യാക്കോബ് യഹൂദന്മാരുടെ നിലനിന്നിരുന്ന പാപങ്ങളെ ഏറ്റു പറയാൻ ചില ചിന്തകളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് വ്യക്തിയെ. അതാരാ? യൂദ പാപങ്ങളെ ഏറ്റു പറഞ്ഞില്ല അല്ലോ. യൂദ പാപങ്ങളെ ഏറ്റു പറയാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? പുറത്തു പോയി കെട്ടിത്തൂങ്ങി ചത്തു. അപ്പോൾ ഹൃദയപൂർവ്വം പാപങ്ങളെ ഏറ്റു പറയുന്ന പാപിയെ സ്നേഹിക്കുന്ന ഒരു കർത്താവായിരുന്നു നമ്മുടെ കർത്താവ് അല്ലേ. അവരുടെ കർത്താവ് പറയുന്നത്, ഞാൻ പാപത്തെ വെറുക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു. ഞാൻ പാപികളെ തേടിയാണ് ലോകത്തിലേക്ക് വന്നത് എന്ന് കർത്താവ് പറയുന്നുണ്ട് അല്ലേ. ഈ പാപങ്ങളെ ഏറ്റു പറയുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ പാപങ്ങളെ ഏറ്റു പറയുന്നവർക്ക് പാപങ്ങളെ മോചിക്കാനുള്ള അവകാശമാണ് ആർക്ക് കൊടുത്തത്? കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയത്. അപ്പോൾ കുമ്പസാരം എന്ന് പറയുന്നത് ഈ വാക്കൽ ഉപയോഗിക്കുന്നത് പാപങ്ങളെ ഏറ്റു പറയുക എന്ന പദപ്രയോഗം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് കുമ്പസാരത്തിന്റെ ആശയം. പഴയ നിയമകാലങ്ങളിലും പുതിയ നിയമകാലങ്ങളിലും തുടർന്നിരുന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് പാപങ്ങളെ മോചിക്കുന്ന ആ ഒരു ചിന്തയാണ് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയത്. കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ആ ഒരു ആശ്വാസമാണ്, അല്ലെങ്കിൽ കൃപയാണ് ഇന്ന് തലമുറയായിട്ട് നമ്മുടെ സഭയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് കുമ്പസാരം എന്ന് പറയുന്നത് വേദപുസ്തക അടിസ്ഥാനം തന്നെയാണ്. മറ്റാരെങ്കിലും പറയുമ്പോൾ ശ്രമിക്കുമ്പോൾ പറയണം, കുമ്പസാരം എന്ന് പറയുന്നത് വേദപുസ്തക അടിസ്ഥാനം തന്നെയാണ്. മറ്റു മതങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കിയോ. ബുദ്ധിസത്തിൽ പഠിക്കുമ്പോൾ ബുദ്ധിസത്തിന്റെ ആശയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബുദ്ധമത വിശ്വാസികളായി ബുദ്ധമതങ്ങളായി അവരുടെ ആശ്രമങ്ങൾ സ്ഥാപിക്കുന്ന ബുദ്ധഭിക്ഷുക്കൾ അവരുടെ ആശ്രമ അധിപനോട് തൻ്റെ കുറവുകളെ പാപങ്ങളെ ഏറ്റുപറയുന്നതായിട്ട് ബുദ്ധമത ട്രഡീഷനിൽ കാണാം. ഓരോ ബുദ്ധമതത്തിന്റെ ആശ്രമങ്ങളിലും ബുദ്ധഭിക്ഷുക്കൾ അവിടുത്തെ ആശ്രമ അധിപനോട് അവരുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുമതത്തിൽ നോക്കിക്കോ. ക്രിസ്തുമതത്തിൽ നമ്മൾ കാണുന്നുണ്ട് കത്തോലിക്ക സഭയിൽ അല്ലേ. കത്തോലിക്ക സഭയിൽ കുമ്പസാരം എന്ന് പറയുന്നത് പ്രത്യേക ഇതുപോലെ തന്നെയല്ലേ. ഏത് കുദാശകളെ വെക്കിയിട്ടുണ്ട്. അവരും ഈ പറയുന്ന ഈ ചിന്തകളെ അനുവർത്തിക്കുന്നുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിൽ, നമ്മളൊക്കെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളാണ്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്, ഓരോ വ്യക്തിക്കും ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ട്. നമുക്കില്ലാതെ പോയതാണ്, നമ്മുടെ കുറവുകൾ ഇതാണ്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിൽ ഓരോ വിശ്വാസിക്കും അവരുടേതായ ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ട്. ആത്മീയ പിതാവുണ്ട്. ആ ആത്മീയ പിതാവിനോട് പാപങ്ങളെ കുറവുകളെ ഏറ്റുപറയുന്ന പ്രവണത അവർക്കുണ്ട്. ഇപ്പം ഞാനൊരു കുറവ് സംഭവിച്ച് കുറ്റം സംഭവിച്ച് എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ആത്മീയ പിതാവിനോട് പോയി എൻ്റെ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറയും. അങ്ങനെ ഒരു ട്രഡീഷൻ ഈസ്റ്റേൺ പാരമ്പര്യത്തിലുണ്ട്. അതുപോലെ തന്നെ ആംഗ്ലിക്കൻ ചർച്ചിലായപ്പോലും പൊതുവായ പ്രാർത്ഥനയുടെ ഭാഗമാണ് പാപമോചനം. നിങ്ങൾക്കറിയാം, നിങ്ങൾ മറ്റ് ആംഗ്ലിക്കൻ ചർച്ച് മറ്റ് സഭകളിലൊക്കെ പോയാൽ അവർ പൊതുവിലൊരു പ്രാർത്ഥന ഏറ്റുചൊല്ലി കൺഫെഷൻ നടത്തിയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഇപ്പം നമ്മൾ മറ്റേതെങ്കിലും പ്രൊട്ടസ്റ്റന്റിലോ ലൂതറൻ ചർച്ചിലോ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിലോ പോയി നിന്നാൽ അവരവരുടെ ആരാധനയ്ക്കിടയിൽ പൊതുവായ ഒരു കൺഫെഷൻ, പൊതുവായ ഒരു പാപപരിഹാര പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കും. അപ്പൊ കോമൺ ആയിട്ട് ചൊല്ലിച്ചിട്ടാണ് അവര് വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. അവർക്കുകൊണ്ട് പാപങ്ങളെ ഏറ്റു പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്ലാം സഭയിൽ നോക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നും പാപമോചനം നേടണം എന്നുള്ളതാണ് അവിടെ പ്രാർത്ഥന അടിസ്ഥാനം. അവർ പ്രാർത്ഥിക്കുന്നത് തന്നെ അവരുടെ പാപങ്ങളെ മോചിക്കുവാൻ വേണ്ടി അവർ അള്ളാഹയോട് പ്രാർത്ഥിക്കുക അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ജുഡായിസം, യഹൂദമതവും. ഞാൻ പറഞ്ഞു, യഹൂദമതത്തിലും ദൈവത്തോടുകൂടി അകലം കുറയ്ക്കുവാൻ അവരുപയോഗിക്കുന്ന ചില ആശയങ്ങളാണ് പാപങ്ങളെ ഏറ്റുപറയുക. അവിടെ അകൃത്യാഗം നോക്കി ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ മതങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലും ഈ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർ വിശ്വസിക്കുന്ന ദൈവത്തോട്, അവരുടെ ഈശ്വരനോട്
പാപങ്ങളെ മോചിക്കുക, പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണതയുണ്ട്. നമുക്ക് മാത്രമൊന്നുമല്ല. അപ്പോൾ നമുക്കിത് പാരമ്പര്യമായിട്ട് നമ്മുടെ സഭയുടെ പ്രമാണമായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് കുദാശയായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് പ്രാധാന്യം. ഇപ്പൊ ഒരു കാലത്ത് ഓർക്കാം, പഴയ നിയമസഭയിൽ പ്രത്യേകിച്ച് മധ്യനൂറ്റാണ്ടിലൊക്കെ നമുക്കിങ്ങനെ ഒരു രഹസ്യമായ കുമ്പസാരം ഉണ്ടായിരുന്നില്ല. ചരിത്രം പഠിക്കുമ്പോൾ പറയുന്നത് പറയുന്നത് ഈ 1599 ഉദയംപേരോ സുന്നോസ് കൂടിയതിനു ശേഷമാണ് ഈ പറയുന്ന രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്ന ആശയങ്ങളിലേക്ക് നമ്മുടെ സഭ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്തു. അതിന് പരസ്യ പ്രാർത്ഥനയായിരുന്നു. പരസ്യമായിട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞു, അത് പാപങ്ങളെ മോചിക്കുന്ന പ്രവണതയായിരുന്നു. എന്നാൽ ഉദയംപേരോ സുന്നോസിന് ശേഷം ഉണ്ടായ കാനോന പ്രകാരമൊക്കെ അത് മാറ്റി അത് സ്വകാര്യമായ കുംഭസാരത്തിലേക്ക് മാറ്റപ്പെട്ടു. ഞാനിതൊക്കെ പറയാനുള്ള കാരണം, കുംഭസാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിരിക്കുന്ന ആശയം എവിടുന്നോ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്ന് സഭയിൽ ഉണ്ടായ ഒരു പ്രക്രിയയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണത എങ്ങനെയോ സഭയുടെ വിശ്വാസിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ വിശ്വാസികളിൽ ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവർ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്. അതല്ല, സഭയുടെ കുദാശകൾ ഞാൻ പറഞ്ഞത് ദൈവം സ്ഥാപിച്ചതാണ്. എല്ലാ കുദാശകളും ദൈവം സ്ഥാപിച്ചതാണ്. അതുപോലെ തന്നെയാണ് കുംഭസാരവും കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട കുദാശയാണ്. അപ്പോൾ കുംഭസാരത്തെ കുറിച്ച് പറയുമ്പോൾ 2-3 ആശയങ്ങൾ നമ്മളൊന്ന് പറഞ്ഞ ആശയം തന്നെ ഓർത്തിരിക്കണം. ഒന്ന്, എന്താണ് നമുക്ക് മനസ്സിലാക്കട്ടെ, എന്താണ് പാപം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ട്. എന്താ പാപം? പലരൊക്കെ പറഞ്ഞ നമ്മളെ പേടിപ്പിക്കാറല്ലേ, പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നാ? അതുകൊണ്ടാണ് കുമ്പസാരിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയും, ഞാൻ പാപം ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലിരിക്കുന്ന പാപം എന്ന് പറയുന്നത് വലിയ കൊലപാതകം ചെയ്താൽ മാത്രമേ പാപമുള്ളൂ എന്നാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന ചിന്ത, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, അച്ഛൻ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പാപം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സിൻ ഈസ് ഡിസോബീഡിയൻസ് ടു ഗോഡ്സ് വിൽ. സിൻ ഈസ് ഡിസോബീഡിയൻസ് ടു ഗോഡ്സ് വിൽ. ദൈവത്തിന്റെ ആഗ്രഹത്തിനെതിരായി നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തോ അത് പാപമാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം പാപങ്ങൾ ചെയ്യുന്നു? ആഗ്രഹം, അത്യാഗ്രഹം, പരദൂഷണം, ശങ്ക, അല്ലെ അസൂയ, പക, പിണക്കം, ഇങ്ങനെ ലിസ്റ്റെടുത്ത് നോക്കിയാൽ എന്തെല്ലാം കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ മനസ്സിലിരിക്കുന്ന പാപം എന്ന് പറയുന്നത് എന്നാ? കൊലപാതകം മാത്രമാണ് എന്ന് ചിന്തിക്കുക, അല്ലെ അങ്ങനെയുള്ള അഡൽട്ടറി, വ്യഭിചാരം, ഇങ്ങനെയുള്ള ചില കുറവുകൾ മാത്രമാണ് കുറവുകൾ എന്ന് ഓർക്കും. അതല്ല, ദൈവത്തിന്റെ ആഗ്രഹത്തിനെതിരായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ ആശയങ്ങളും എന്താ? പാപമാണ്. അതാണ് ഡിസൊബീഡിയൻസ് ടു ഗോഡ്സ് വിൽ. ദൈവത്തിന്റെ ആഗ്രഹത്തിനെതിരായി നമ്മൾ ചെയ്യുന്നതൊക്കെ പാപം എന്നാണ് പറയുന്നത്. അപ്പോൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും. പാപം ചെയ്യുമ്പോൾ ഒന്ന്, നമ്മൾ ദൈവത്തിൽ നിന്നും അകലുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അകലുന്നു. മൂന്നാമതായി പാപം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ അകലുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്നും അകലുന്നു, നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അകലുന്നു, ഞാൻ എന്നിൽ നിന്ന് തന്നെ അകലുന്നു. അപ്പോൾ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ 3 കുറവുകളെയും പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ദൈവത്തിൽ നിന്നും ഞാൻ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. രണ്ടാമതായിട്ട് മറ്റുള്ളവരിൽ നിന്നും എനിക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നീ ബലിപീഠ വസ്തു അർപ്പിക്കുവാനായി ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് നിന്നോട് എന്തെങ്കിലും പ്രയാസമുണ്ട് നിനക്ക് ബോധ്യമായാൽ, നീ ബലിവസ്തു ബലിപീഠത്തിന് താഴെ വെച്ച് ആദ്യമേ ചെന്ന് അവനോട് നിരപ്പാകണം എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ, വിശുദ്ധ കുർബാന നിർവഹിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ളവന് എന്നോട് എന്തെങ്കിലും കുറവുണ്ടെന്ന് ബോധ്യമായാൽ അതുപോലും പരിഹരിക്കണം. മൂന്നാമതായി പറയുന്നത്, എന്നോട് തന്നെ കുറവുണ്ടാകണം. സകലവും നഷ്ടപ്പെടുത്തി ദൂരദേശാകുന്ന മുടിയനായ പുത്രൻ പറയുകയാണ്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ പുത്രൻ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. എന്നോട് തന്നെ കുറവുണ്ട്. എന്നോട് തന്നെ എന്നെ പാപം ചെയ്തപ്പോൾ എനിക്ക് എന്നോട് തന്നെ അകൽച്ചയുണ്ടായി. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ, അല്ലേ, ദൈവത്തോടുകൂടി ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ പുറന്തള്ളുന്നു. അപ്പോൾ പാപം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്നാ? ഈ പറയുന്ന പാപങ്ങൾ മാത്രമല്ല, ദൈവത്തോട് ചെയ്ത കുറവുകൾ, മറ്റ് മനുഷ്യരോട് ചെയ്ത കുറവുകൾ, എന്നോട് തന്നെ ചെയ്ത കുറവുകൾ. ഈ കുറവുകളെ പരിഹരിക്കാൻ കഴിയണം. അതിനാണ് കുമ്പസാരം. അപ്പൊ കുമ്പസാരത്തിൽ നമ്മൾ പാപങ്ങളെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകണമെന്ന് പറയും.
ഇപ്പൊ പാപങ്ങളെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുന്നത് ഈ പറയുന്ന കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, പാപത്തെക്കുറിച്ച് ലിറ്റററി മീനിങ് പറയുന്നത്, പ്രത്യേക ഗ്രീക്ക് വാക്ക് പാപം എന്നുള്ളത് പറയുന്നത് ഹമാർട്ടിയ എന്നാണ് ഗ്രീക്ക് പദം. ഹമാർട്ടിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീനിങ് മിസ്സിംഗ് ദ മാർക്ക്. മനസ്സിലായിരുന്നു? ഹമാർട്ടിയ എന്ന വാക്കിന്റെ അർത്ഥം മിസ്സിംഗ് ദ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്നാ? എന്തോ അടയാളം നഷ്ടപ്പെട്ട അവസ്ഥ. ഏതടയാളമാണ്? ദൈവം നമുക്കൊരു അടയാളം തന്നിട്ടുണ്ടല്ലേ. മാമോദീസായിൽ കൂടി പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ഇന്നാര് ദൈവത്തിന് വേണ്ടി മുദ്രയെത്തപ്പെടുന്നു എന്നല്ലേ പറയുന്നത്? മാമോദീസ എങ്ങനെ പറയുന്നത്? പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ അന്യ നിത്യജീവന് വേണ്ടി മുദ്ര കുത്തപ്പെടുന്നു. അപ്പോൾ നമുക്കൊരു മുദ്ര ലഭിച്ച എവിടെയാ? മാമോദീസായി. ഈ മാമോദീസായിൽ ലഭിച്ച മുദ്ര നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് പാപം ചെയ്യുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹമാർട്ടി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മിസ്സിംഗ് ദ മാർക്ക്. ആദ്യ മാതാപിതാക്കളായ ആദമും ഹവ്വായും അവർ ദൈവത്തോട് കൂടെ നടന്നവരായിരുന്നു. പറയുന്നു, വെയിലാറുമ്പോൾ ദൈവം അവിടെ കൂടെ നടക്കുമായിരുന്നു അല്ലേ? ഇന്ന് ആരുടെയും കൂടെ ദൈവം നടക്കുന്നുണ്ടോ? അറിഞ്ഞുകൂടാ. വെയിലാറുമ്പോൾ കർത്താവ് യഹോവയാം ദൈവം ഏദൻ തോട്ടത്തിലെത്തി ആദമിനോടും ഹവ്വയോടും കൂടെ നടന്നിരുന്നു. വിളിക്കും, അങ്ങനെയാണ് വിളിച്ചത്. ആദമേ ആദമേ നീ എവിടെയെന്ന് വിളിച്ചു. അപ്പോൾ ആദം എന്ത് ചെയ്തു? പാപം ചെയ്തുകൊണ്ട് മരത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്നു. എന്താ? മിസ്സിംഗ് ദ മാർക്ക്. ദൈവം നൽകിയ അടയാളം നഷ്ടപ്പെടുത്തി. അതുകൊണ്ടാണ് അവൻ പറയുന്നു, അതുവരെ അവന് ബോധ്യമാകാതിരുന്ന നാണവും അതുവരെ ബോധ്യമാകാതിരുന്ന ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ അവന് ബോധ്യമായി അല്ലേ? അതുകൊണ്ടാണ് അവൻ ആദ്യം തുടർന്ന് നിന്നും പുറത്താക്കപ്പെട്ടത്. മിസ്സിംഗ് ദ മാർക്ക്. ഇപ്പൊ പാപം എന്ന് പറയുന്നത് തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന അടയാളത്തെ നഷ്ടപ്പെടുത്തുന്ന അനുഭവമാണ്. ഈ അടയാളത്തെ റീഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് കുമ്പസാരം. അപ്പൊ നമ്മൾ കുമ്പസാരിക്കാതെ ഈ പാപങ്ങളെ ഏറ്റുപറയാതെ കുർബാന അനുഭവിക്കാൻ കുഴപ്പമാണ്. എന്നാ? നമ്മളിലുള്ള അടയാളം നഷ്ടപ്പെടുത്തിയിട്ട് കർത്താവിനെ ശരീരം അനുഭവിച്ചാൽ ശരിയാവില്ല. അപ്പോൾ പാപങ്ങളെ കുറിച്ച് ബോധ്യം. പാപം എന്ന് പറയുന്നത് എന്നതാ? ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായുള്ള പ്രവർത്തനം. അപ്പോൾ ഇവിടെ രണ്ടാമുണ്ടാകുന്ന ചോദ്യം, എന്താണ് പശ്ചാത്താപം? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റിപ്പൻഡൻസ്? റിപ്പൻഡൻസ് പറയുന്നത്, റിപ്പൻഡൻസ് മീൻസ് ചേഞ്ചിങ് ദ മൈൻഡ് ഓഫ് തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫീലിംഗ്സ്. Repentance means changing of the mind, of thoughts, attitudes and feelings. ഇതാണ് റിപ്പൻഡൻസ്. നമ്മൾ ഉണ്ടാകേണ്ടിയിരിക്കുന്ന എന്തുണ്ടാകണം? മനസ്സിനൊരു പരിവർത്തനം ഉണ്ടാകണം. അതുപോലെ തന്നെ ആ ചിന്തകൾക്ക്, അതുപോലെ തന്നെ സമീപനത്തോട്, അതുപോലെ നമ്മുടെ ചിന്തകളോട്, വികാരങ്ങളോട് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. ഇവിടെയാണ് റിപ്പൻഡൻസ്. ഇതാണ് പശ്ചാത്താപം. ദൈവമേ, ഞാൻ ചെയ്യുന്നത് കുറവാണ്, തെറ്റാകുന്നു എന്നുള്ള മാനസികമായ ഒരു ചിന്തയിലേക്ക് എത്തുന്ന അനുഭവമാണ് പശ്ചാത്താപം. ഈ അനുഭവത്തിലേക്ക് എത്തണം. അതാണ് കുമ്പസാരം. അപ്പോൾ കുമ്പസാരം എന്ന വാക്കിന്റെ അർത്ഥം പറയുന്നത് ഇതാണ്. പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, നമ്മളൊക്കെ പറയും ഞാൻ ശാരീരികമായി വെൽ ഫിറ്റ് ആണെന്ന് പറയാല്ലേ? ഞാൻ ശാരീരികമായിട്ട് എനിക്ക് യാതൊരു അസുഖമില്ല. എന്നെ കണ്ടാൽ അസുഖം തോന്നുന്നു? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്നെ കണ്ട അസുഖമാണെന്ന് തോന്നുന്നു? പക്ഷെ ഞാൻ അസുഖക്കാരനാ. എങ്ങനെ അസുഖം? 3 തരത്തിലുള്ള സ്റ്റെബിലിറ്റി ഇല്ല എങ്കിൽ ഞാൻ അസുഖക്കാരൻ, ഞാൻ രോഗിയാണ്. ഒന്ന്, ഫിസിക്കൽ ഫിറ്റ്നസ്. ശാരീരികമായ ഫിറ്റ്നസ് എനിക്കുണ്ടാകണം. ഇല്ലെങ്കിൽ അത് രോഗത്തിന്റെ അവസ്ഥയാണ്. നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പറയും, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ ചോദിക്കും അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ ചോദിക്കും. ഫിസിക്കലായിട്ട് എനിക്ക് ഫിറ്റ്നസ് ഉണ്ടാകണം. രണ്ടാമതായിട്ട് മെന്റൽ ഫിറ്റ്നസ്. ഭൗതികപരമായ മാനസികപരമായ സ്റ്റെബിലിറ്റി എനിക്കുണ്ടാകണം. അതാണ് ഞാൻ ആരോഗ്യവാൻ എന്ന് പറയുന്നത്. ഞാൻ കാണിക്കുന്നതെല്ലാം മെന്റൽ സ്റ്റെബിലിറ്റി ഉള്ളതാണെങ്കിൽ, എൻ്റെ ശരീരം ഫിസിക്കലായാൽ, ഫിറ്റായാൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണോ? അല്ല. അപ്പോൾ ആദ്യം ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകണം, മെന്റൽ ഫിറ്റ്നസ് ഉണ്ടാകണം, 3 സ്പിരിച്വൽ ഫിറ്റ്നസ് ഉണ്ടാകണം, ആത്മീയപരമായ സ്റ്റെബിലിറ്റി ഉണ്ടാകണം. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് വരും? അല്ലെങ്കിൽ എന്ത് പറ്റും? വലിയ തലയും ചെറിയ ശരീരമായിട്ട് നിങ്ങൾ ആൾക്കാരെ കണ്ടിട്ടില്ലേ? നമ്മളൊക്കെ അങ്ങനെയാ, വലിയ തലയും കൊച്ചു ശരീരവും. കാരണം എന്നാ? മന്ദബുദ്ധി എന്ന് പറയും. കാരണം നമുക്ക് സ്റ്റെബിലിറ്റി 3നുണ്ടോ? നിങ്ങൾ ശാന്തമാണ് ചോദിക്കേ, എനിക്ക് ഫിസിക്കൽ
മെന്റൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഫിറ്റ്നസ് ഉണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇവിടെ? എനിക്കില്ല. അതുകൊണ്ട് ഞാൻ രോഗിയാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് മൂന്നും ഒരുപാടുണ്ടെന്ന് അവകാശപ്പെടാൻ ഒക്കില്ല. കാരണം ഇത് മൂന്നും കൂടെ ഒരുമിച്ച് പോകുമ്പോഴാണ് ഞാൻ ആരോഗ്യവാനെന്ന് പറയുന്നത്. ഈ ആരോഗ്യാവസ്ഥയിലേക്ക് വരണമെങ്കിൽ എന്തുണ്ടാകണം? ദൈവത്തിന്റെ കൃപയുണ്ടാകണം, അല്ലേ? ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിലേ എനിക്ക് ശാരീരികമായ ക്ഷമത ഉണ്ടാകുകയുള്ളൂ, മാനസികവും സ്പിരിച്വലുമായിട്ടുള്ള ക്ഷമത ഉണ്ടാകുകയുള്ളൂ. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് അവൻ ഫിറ്റ്നസ്സായി, അല്ലെ അവൻ യോഗ്യനായി, അസുഖമില്ലാത്ത അവസ്ഥയെന്നോ ആരോഗ്യവാനോ എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ പാപി എന്ന് പറയുന്നത് ഇത് കുറവുണ്ടെന്ന് സമ്മതിച്ച് ഈ മൂന്ന് തലങ്ങളിലും പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മൾ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം ഇതാണെന്ന്. ഫിസിക്കലായിട്ട് നമുക്ക് മാറ്റം ഉണ്ടാകും. നമുക്ക് ഒത്തിരി നമുക്ക് ഫിസിക്കലായിട്ട് ആരോഗ്യം ഉണ്ടാകും, അതുപോലെ മെന്റലായിട്ടും സ്പിരിച്വലായിട്ടും. അപ്പോൾ പാപം ഏറ്റു പറയുക എന്ന് പറയുന്നത് ഈ മൂന്ന് തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പൊ അതാണ് കുമ്പസാരത്തിന്റെ പ്രാധാന്യം. കുമ്പസാരിക്കുമ്പോൾ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി മാറുകയാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ മന്ദബുദ്ധികളെ പോലെ വലിയ ശരീരവും ചെറിയ തലയുമായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പൊ കുമ്പസാരത്തിന്റെ പദ്ധതി. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ എന്താണ് പാപം, രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താണ് പശ്ചാത്താപം, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റിപ്പന്റൻസ്. മൂന്നാമത് നമുക്കുണ്ടായ ചോദ്യമാണ് വൈ കൺഫസ് ബിഫോർ എ പ്രീസ്റ്റ്. എന്തിനാണ് ഒരു പുരോഹിതന് മുന്നിൽ കുമ്പസാരിക്കുന്നത്? ചിലരൊക്കെ പറയാം ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ പോരെ, ഞങ്ങൾക്ക് ഒരു പരിശുദ്ധനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു മധ്യവർത്തിയും വേണ്ട, ഞങ്ങൾക്ക് ഒരു ഇന്റർമീഡിയറ്റും വേണ്ട, ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് ചെയ്തോളാമെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നില്ലേ, കണ്ടിട്ടില്ലേ? അപ്പോൾ നമുക്കുണ്ടാകുന്ന ചോദ്യം എന്തിനാണ് ഒരു പുരോഹിതന്റെ മുന്നിൽ ഈ പാപങ്ങളെ ഏറ്റു പറയുന്നത്? ഇവിടെ അതാകുമ്പോൾ ഞാൻ പറഞ്ഞത് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ അധികാരത്തിന്റെ പിന്തുടർച്ചയാണ് പുരോഹിതരെ നമ്മൾ കാണുന്നത്. നിങ്ങളൊരു പുരോഹിതനെയും വ്യക്തിപരമായി വാല്യൂറ്റ് ചെയ്യരുത്. ഇപ്പൊ എന്നിൽ ഞാനൊരു പുരോഹിതനാണെങ്കിൽ എന്നിൽ കുറവുണ്ട്, കാരണം നിങ്ങളിൽ നിന്ന് വന്നവനാ ഞാനും. നിങ്ങളുടെ സെയിം വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് ഞാൻ. നിങ്ങളെ പോലെ തന്നെ എല്ലാ പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും സാമൂഹ്യ ബന്ധങ്ങളുമുള്ള ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് കുറവുണ്ടാകാം. നിങ്ങൾ പുരോഹിതനിൽ കാണേണ്ടത് പുരോഹിതന്റെ കുറവല്ല, പിന്നെ ദൈവത്തിന്റെ പിന്തുടർച്ചയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരങ്ങളെയാണ്. അതിനു മുന്നിലാണ് നമ്മൾ പാപങ്ങളെ ഏറ്റു പറയുന്നത്. അതുകൊണ്ടാണ് കുമ്പസാര രഹസ്യം എന്ന പദപ്രയോഗം തന്നെയുണ്ട്, അല്ലേ? കുമ്പസാരിക്കുന്ന വ്യക്തി ഒരിക്കലും ഒരു പുരോഹിതൻ ഏറ്റു പറയുകയില്ല, ആരോടും പറയുകയില്ല. ചിലരൊക്കെ അതിനെതിരായിട്ടൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അനുഭവമില്ല. എന്തോ ഓർക്കണം, കുമ്പസാര രഹസ്യം മരിക്കേണ്ടി വന്നാൽ പോലും പുറത്തു പറയരുത് എന്നതാണ് പ്രമാണം. ഈവൻ നമ്മൾ കുരിശിൽ നമ്മൾക്ക് കഴിവുകരാൻ വേണ്ടി പോവുകയാണെങ്കിൽ പോലും നമ്മൾ കുമ്പസാര രഹസ്യം തുറന്നു പറയുവാൻ പാടില്ല. പത്രമാത്രം ദൈവം മുമ്പാകെ ഉറപ്പുള്ള ഒരു ചിന്തയാണ് ഒരു പുരോഹിതന്റെ മുന്നേ പാപങ്ങളെ ഏറ്റു പറയുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്തു തന്നെ പാപങ്ങളെ മോചിക്കുന്നു, അല്ലെ? വൈദികനിൽ കൂടി നമ്മൾ ഏറ്റു പറയുമ്പോൾ ദൈവം തന്നെ പാപങ്ങളെ മോചിക്കുന്നു എന്നതാണ് നമ്മുടെ സഭയുടെ പ്രമാണം. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ചോദ്യം ഉണ്ടാകും. ചിലരൊക്കെ പറയും കൗൺസിലിംഗ് എന്നും അതുപോലെ തന്നെ കുമ്പസാരവും, അല്ലെ? കൺഫെഷൻ ആൻഡ് കൗൺസിലിംഗ്. ഇന്നൊക്കെ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ നമ്മളെ പോലുള്ള ഇതിലൊക്കെ പോയിരുന്നാൽ ഒരു മണിക്കൂറിന് $100 $150 കിട്ടും. ഇതിലൊക്കെ കേട്ടാൽ മതി. ഇങ്ങനെ പറയുന്ന വാക്യങ്ങൾ നമ്മൾ കേട്ട് ഇരുന്നാൽ മതി. $150 $200 ഒക്കെ വരെ നമുക്ക് മണിക്കൂറിന് തരും. അതിനെന്നാ പറയുന്നത്? കൗൺസിലിംഗ് എന്ന് പറയും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്നാ? മനസ്വാസപരമായ ഒരു വിഷയത്തെ സമീപിക്കുക. അതേസമയം കൺഫെഷനോ? കൺഫെഷൻ ഇസ് എ സാക്രമെന്റ്. അതാ പറയും, വിശുദ്ധ കുദാശയാണ്. ഈ കുദാശയിൽ നമ്മൾ ഒരു പട്ടക്കാരനോട് പറയുന്ന ആശ്വാസ വാക്കുകളല്ല, അതിലുപരിയായി എന്താ? ദൈവത്തോട് മാപ്പിരക്കുകയാണ്, പാപങ്ങളെ ഏറ്റുപറയുക. അതുകൊണ്ട് കൺഫെഷനും കൗൺസിലിങ്ങും രണ്ടാണ്. പക്ഷെങ്കിൽ ഒരേ സമയവും കൗൺസിലിങ്ങും കൺഫെഷനും കൂടിയാണ് നടക്കുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ കൺഫെഷൻ എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. കൺഫെഷൻ എന്ന് പറയുന്നത് ഒരു കുദാശയാണ്, ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറയുന്ന അനുഭവമാണ്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നതിനാ അത് ആശയങ്ങളെ ചിന്തകളെ സംവേദിപ്പിക്കാനുള്ള ഒരു ചിന്തയാണ് കൗൺസിലിംഗ്. അപ്പോൾ കുമ്പസാരം രണ്ടും കൂടെ കൂടിച്ചേർന്നതാണെന്ന് പറയാം. കൗൺസിലിംഗും അതുപോലെ കൺഫെഷൻ എന്ന് പറയുന്നത് ഒരുമിച്ച് ചേർന്നതാണ് കുമ്പസാരം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വൈദികന്റെ മുന്നേ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവത്തോട് ഏറ്റുപറയുന്നു എന്നുള്ള അപ്പോസ്തോലിക പാരമ്പര്യമാണ് നമ്മുടെ സഭയിൽ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് വൈദികന്റെ മുന്നേ കുമ്പസാരിക്കണം എന്ന് പറയുന്നത്. അപ്പോസ്തോലികമായ പിതാക്കന്മാരെ ഓർക്കുവാനും പിതാക്കന്മാർ പറയുന്നത് തെർത്തുല്യൻ എന്ന് പറയുന്ന സഭയുടെ ഒരു ആദ്യകാല പിതാവുണ്ടാവും. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും
വലിയ ചർച്ച് ഫാദർ, സഭാപിതാക്കന്മാർ പ്രധാന തദ്ദുലിൻ, അദ്ദേഹം പറയുന്നത് അനുതാപ പ്രവൃത്തിയിൽ അനുതാപി പട്ടക്കാരന് മുമ്പാകെ മുട്ടുകുത്തി പാപങ്ങളേറ്റു പറയണം. തൃത്തുല്യം കേട്ടിട്ടുണ്ടാകാം. തൃത്തുല്യം പറയുകയാണ്, അനുതാപ പ്രവൃത്തിയിൽ അനുതാപി പട്ടക്കാരന് മുമ്പാകെ മുട്ടുകുത്തി പാപങ്ങളെ ഏറ്റു പറയണം. പിന്നീട് പറയുന്നു, സെന്റ് ഇഗ്നാത്യോസ്, വിശുദ്ധനായ ഇഗ്നാത്യോസ് എന്ന് പറയുന്ന ചർച്ച് ഫാദർ പറയുന്നു, പട്ടക്കാരന്റെ മുമ്പാകെയുള്ള അനുതാപം ദൈവം കൈക്കൊള്ളുന്നു. അതുപോലെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, പാപമോചനത്തെ പറ്റി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ സെന്റ് ആംബ്രോസ് എന്ന് പറയുന്നു, ആചാര്യവേല ദൈവത്തിന്റെ ക്ഷമയെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ച് പിതാക്കന്മാർ ഉൾപ്പെടെ ഈ പറയുന്ന കൺഫെഷൻ, കുമ്പസാരം എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിരുന്നു. അതിന്റെ പിന്തുടർച്ചയാണ് നമ്മൾ ഇന്ന് കുമ്പസാരമായിട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ മൂന്ന് കാര്യം പോകുന്നത്, എന്താണ് പാപം, രണ്ടാമത് എന്തിനാണ് അനുദപിക്കുന്നത്, മൂന്ന് എന്തിനാണ് പട്ടക്കാരന്റെ മുമ്പാകെ പാപങ്ങളെ ഏറ്റു പറയുന്നത്. ആരാ പാപങ്ങളെ മോചിക്കുന്നത്? ദൈവമാണ്, പട്ടക്കാരനല്ല. ദൈവം മുമ്പാകെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ പട്ടക്കാരനിൽ കൂടി ദൈവം പാപങ്ങളെ മോചിക്കുന്നു. നാലാമതായിട്ട്, എങ്ങനെ നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങണം. ഇത് പലപ്പോഴും നമുക്കറിയാറില്ല. എങ്ങനെ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങണം? അച്ഛൻ പറയും, കഷ്ടാനുഭാഴ്ചയിൽ എല്ലാവരും കഷ്ടാനുഭാഴ്ചയ്ക്ക് മുമ്പ് കുമ്പസാരിച്ച് കുർബാന കൊണ്ടിരിക്കണം. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഏതെങ്കിലും സന്ധ്യാസമയത്ത് രാത്രി നമസ്കാരമോ സന്ധ്യാനമസ്കാരം കഴിയാൻ സമയത്ത് അങ്ങോട്ട് ചെന്ന് മുട്ടുകുത്തി ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോരും, കുമ്പസാരിച്ചിട്ട് പോരും. അപ്പൊ നമ്മൾ പറയും, ഞാൻ കുമ്പസാരിച്ചു. അതല്ല, കുമ്പസാരത്തിന് ഒരു വലിയ ഒരുക്കം ആവശ്യമാണ്. ഈ ഒരുക്കമില്ലാതെ പോകുമ്പോഴാണ് കുമ്പസാരത്തിന്റെ അർത്ഥം നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത്. വിശുദ്ധ കുർബാന അതുപോലെ, കുർബാനയ്ക്കും ഒരുക്കം ആവശ്യമാണ്. ഇന്ന് കുർബാന എന്ന് പറയുന്നത് പലപ്പോഴും പടിഞ്ഞാറോട് പട്ടക്കാരൻ എഴുന്നള്ളി വരുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിക്കുമ്പോൾ വന്ന് പങ്കിട്ട് സമാധാനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. പക്ഷെങ്കിൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, സന്ധ്യാപ്രാർത്ഥന മുതൽ ഒരു വിശ്വാസി വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ഒരുങ്ങുന്നുവെങ്കിൽ അവൻ ഒരുങ്ങിയിരിക്കണം. സന്ധ്യാപ്രാർത്ഥന നടത്തി യാമപ്രാർത്ഥന മുഴുവൻ പൂർത്തീകരിച്ച് കുമ്പസാരിച്ച് കുർബാന കൊള്ളണം. ഇതാണ് സഭയുടെ പ്രമാണം. അപ്പോൾ കുമ്പസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും ചില ഒരുക്കങ്ങൾ ഉണ്ടാകണം. വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ പോകുന്ന വ്യക്തിക്ക് ഒരുക്കങ്ങൾ ഉണ്ടാകണം. അതാ സന്ധ്യാപ്രാർത്ഥന, സൂത്താറ, രാത്രി, പ്രഭാതം, 3-ാം മണി, 6-ാം മണി നടത്തി വിശുദ്ധ കുമ്പസാരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിക്കണം. ഇതില്ലാത്തവരാണ് വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഹൂസോയോ എന്ന് പറയാൻ പോലും ചിലപ്പോൾ കൂസോയോ എന്ന് പറഞ്ഞു. കൂസോയോ ഹായ, ഹൂസോയെ അർത്ഥം, ഹൂസോയ എന്നല്ല പാവമോചനം എന്നർത്ഥം. ഇതുപോലും അറിയാതെ പറയാൻ പറ്റുക കൂസോയ തരാൻ പറയും. അർത്ഥമറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ചില ഒരുക്കങ്ങൾ ആവശ്യമാണ്. കുമ്പസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടത്, വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പോവുകയാണ്. അയോഗ്യമായ അപ്പം അനുഭവിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് ബൈബിളിൽ പറയുന്നു. അത് പറഞ്ഞ പത്രോസ്ലീഹ ആദ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിന് പോകുമ്പോൾ എങ്ങനെ ഒരുങ്ങണം? ഒന്ന് പറയുന്നത്, ആത്മപരിശോധന ഉണ്ടാകണം, സെൽഫ് ഇവാലുവേഷൻ. ഇപ്പൊ സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ട് വേണം നിങ്ങൾ പോകാൻ. എനിക്ക് എന്തെല്ലാം കുറവുകളാണ് ഏറ്റു പറയാനുള്ളത്? എനിക്ക് എന്തെല്ലാം തെറ്റുകളാണ് ദൈവത്തോട് ഏറ്റു പറയാനുള്ളത്? എനിക്ക് എവിടെയെല്ലാം കുറവുകൾ വന്നു പോയിട്ടുണ്ട്? ദൈവത്തോട്, മറ്റുള്ളവരോട്, എന്നോട് തന്നെ എവിടെയെല്ലാം കുറവുകൾ വന്നു പോയിട്ടുണ്ട് സ്വയം പരിശോധിക്കണം. പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് തന്നെ വന്നിരിക്കുമ്പോഴാണ് കുമ്പസാരത്തെ കുറിച്ച് ഓർക്കുന്നത്. കുമ്പസാരിക്കാൻ പള്ളി ചെല്ലുമ്പോഴോ മറ്റൊരു സുഹൃത്തിനെ കൂടെ കണ്ടിയാൽ പിന്നെ പറയണ്ട, പൊരിപൂരമാണ്. കാരണം പിന്നെ കാര്യം പറിച്ചോടെ ഇരിക്കുക, വീട്ടുവിശേഷവും നാട്ടുവിശേഷവും ഒക്കെ പറഞ്ഞ് നമ്മൾ അങ്ങിരിക്കും. കുമ്പസാരിക്കാൻ പോകുന്ന വ്യക്തി ഒരിക്കലും പള്ളിക്കുള്ളിൽ കയറി സംസാരിക്കുവാൻ പാടില്ല. കുമ്പസാരത്തിന് മുമ്പുള്ള പ്രാർത്ഥന നടത്തിയിരിക്കണം. കുമ്പസാരത്തിനുള്ള പ്രാർത്ഥന നടത്തി കുമ്പസാരിക്കേണ്ട വ്യക്തി കുറവുകളെ സ്വയം ബോധ്യമായിട്ട് വേണം കുമ്പസാരിക്കുവാൻ നിൽക്കേണ്ടത്. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ കുമ്പസാരിക്കുന്ന വ്യക്തി സെൽഫ് ഇവാലുവേഷൻ നടത്തിയിരിക്കണം. കുറവുകളെ ആത്മപരിശോധന എന്ന് പറയും, അത് നടത്തിയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കുമ്പസാരിക്കാൻ നിൽക്കുമ്പോൾ കുറവുകളെ പറയുവാൻ കഴിയുള്ളൂ. അപ്പോൾ കുമ്പസാരിക്കാൻ പോകേണ്ട ഒരുങ്ങേണ്ട വ്യക്തി എന്ത് ചെയ്യണം? പള്ളിയിൽ പോയി മുന്നമേ തന്നെ പോയിരുന്ന് കുമ്പസാരത്തിനുള്ള പ്രാർത്ഥന നടത്തി കുമ്പസാരത്തെ കുറിച്ചുള്ള ആത്മപരിശോധന നടത്തണം. രണ്ടാമതായി പറയുന്നത്,
ആത്മാർത്ഥമായ പശ്ചാത്താപമുണ്ടാകണം. ആത്മാർത്ഥമായ പശ്ചാത്താപം. ദാവീദ് പറയുകയാണ്, കർത്താവേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. ഉടനായ പുത്രൻ പറയുന്നു, അപ്പ, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഇതാണ് പശ്ചാത്താപം. ഈ പശ്ചാത്താപത്തോടുകൂടി ഇതിനെ സമീപിക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി, പട്ടക്കാരന് മുമ്പാകെ നിൽക്കുമ്പോൾ പാപങ്ങളെ ഏറ്റുപറയണം. നാലാമതായിട്ട്, പട്ടക്കാരൻ പാപമോചനം നൽകും എന്ന ചിന്ത നമുക്കുണ്ടാകണം. അപ്പോൾ കുമ്പസാരിക്കുന്ന വ്യക്തി ഒരുക്കത്തോടുകൂടി സെൽഫ് ഇവാലുവേഷൻ നടത്തി, അല്ലേ, പിന്നീട് പാപങ്ങളെ കുറിച്ചുള്ള ബോധ്യമുണ്ടായി പട്ടക്കാരന് മുമ്പ് പാപങ്ങളെ ഏറ്റുപറയുവാൻ ഒരുക്കത്തോടുകൂടി കടന്നു പോകുവാൻ ഇടയാകണം. ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചത് വിശുദ്ധ കുർബാന അനുഭവം ഒരുക്കത്തോടുകൂടി ആയിരിക്കണം. വിശുദ്ധ കുർബാനയിൽ കുമ്പസാരിച്ച് കുർബാന കൊള്ളണം, അല്ലെങ്കിൽ അയോഗ്യമായി അപ്പം ഭക്ഷിക്കുന്നവനെ ദൈവം ശിക്ഷിക്കും. അതുകൊണ്ട് ഓർക്കുക, കുമ്പസാരം എന്നുള്ളത് കുർബാനയുടെ കൂടെ ചേർന്ന് പോകേണ്ടതാണ്. അപ്പോൾ കുമ്പസാരിക്കുന്ന വ്യക്തി പ്രത്യേകമായി ഓർക്കേണ്ടതാണ്, വിശുദ്ധ ശരീരത്തിൽ അനുഭവിക്കുവാൻ പോകുമ്പോൾ ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ ഇടയാകണം. അപ്പോൾ കുമ്പസാരത്തിൻ്റെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുമ്പസാരവും കുർബാനയും ഒരേപോലെ പോകേണ്ടതാണ്. കുമ്പസാരിച്ചുള്ള വ്യക്തിക്ക് മാത്രമേ കുർബാന അനുഭവിക്കുവാൻ ഇൻവെർട്ടക്കോമയിൽ പറയുന്നു യോഗ്യതയുള്ളൂ. ഇല്ലെങ്കിൽ അയോഗ്യതയാണ്. യോഗ്യതയുള്ളവരാണെങ്കിൽ വിശുദ്ധ കുമ്പസാരത്തിൽ കൂടി വിശുദ്ധ കുർബാന അനുഭവത്തിനായിട്ട് പോകണം. ഇപ്പൊ കുമ്പസാരം എന്ന് പറയുന്നത് പാപമോചനത്തിന്, ഞാൻ പറഞ്ഞു വന്നത്, കുമ്പസാരം എന്ന് പറയുന്നത് പാപമോചനത്തിനായി ദൈവം സ്ഥാപിച്ച, ക്രിസ്തു സ്ഥാപിച്ച കുദാശയാണ്. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്, വൈദികൻ വിനിയോഗിക്കുന്ന അധികാരം ദൈവം തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ അധികാരമാണ്. അതാണ് അപ്പോസ്തോലിക് സസഷൻ, പിന്തുടർച്ച അവകാശം എന്ന് പറയുന്നത്. മൂന്നാമതായി പറഞ്ഞത്, ഉത്തമ പശ്ചാത്താപവും ജീവിത പരിവർത്തനമുള്ള ആഗ്രഹവും കുദാശ അനുഭവിക്കുന്നവർക്കുണ്ടാകണം. പശ്ചാത്താപത്തോടുകൂടി സെൽഫ് ഇവാലുവേഷൻ നടത്തണം. നാലാമതായിട്ട്, ദൈവം കാരുണ്യവാനായിരിക്കുന്നത് പോലെ നീതിമാനും കൂടിയാകിയാൽ നിയമലംഘനകരെ ദൈവം എന്ത് ചെയ്യും? പാപമോചനം നൽകി അനുഗ്രഹിക്കും. അവൾ കുമ്പസാരിക്കുമ്പോൾ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അത് നമ്മൾക്ക് പാപമോചനം നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം സഭയ്ക്കാണ്. ആ സഭയുടെ പ്രതിനിധിയായി പുരോഹിതൻ നിൽക്കുമ്പോൾ പുരോഹിതൻ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളവനാണ്. ഈ ഒരു വിശ്വാസത്തോടുകൂടി കുമ്പസാരിക്കുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് കുമ്പസാരവും കുർബാനയും ആത്മീയ ജീവന് ആവശ്യമാണ്. ആന്തരികമായ ജീവനുണ്ടാകുവാൻ കുമ്പസാരത്ത് കുർബാന അനുഭവിക്കുവാൻ ഇടയാകണം. ഇത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ പ്രമാണമാണ്. ഇത് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതുകൊണ്ട് കുമ്പസാരത്തിന് പിന്നാലെ എപ്പോഴും കുർബാന കൊള്ളുവാൻ തയ്യാറാകണം. അവിടെ കുമ്പസാരത്തിൽ കുർബാന കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പാപി അനുദപിച്ച് ദൈവമുമ്പാകെ ചെല്ലുമ്പോൾ കർത്താവിന് ശരീരം അനുഭവിക്കുവാൻ യോഗ്യമാകും. അതുകൊണ്ട് കുമ്പസാരത്തിന് പിന്നാലെ എപ്പോഴും കുർബാന അനുഭവിച്ചിരിക്കണം. അതുകൊണ്ട് പറയുന്നത്, മാമോദീസായിൽ കുളിച്ചിരിക്കുന്നവർക്ക് കുമ്പസാരമെന്ന പാദപ്രക്ഷാളനം മാത്രമേ ക്രിസ്തുവാകുന്ന പെസഹായെ ഭക്ഷിക്കുന്നതിന് മുമ്പ് ആവശ്യമുള്ളൂ. മാമോദീസ നമ്മൾക്ക് വീണ്ടും മാമോദീസ അല്ല, വീണ്ടും എന്ത് വേണം? പാപമോചനം കിട്ടണം. ആ പാപമോചനം വാങ്ങിച്ചു വേണം ക്രിസ്തുവാകുന്ന പെസഹായെ, ക്രിസ്തുവാകുന്ന ആ അപ്പത്തെ ഭക്ഷിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കുളിച്ചിരിക്കുന്നവനെ പറഞ്ഞല്ലേ, കൈകൾ മാത്രം കഴുകിയാൽ മതി. നമ്മൾ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പാപങ്ങളെ മോചിച്ചതാണ്. വിശുദ്ധ കുമ്പസാരത്തിൽ കൂടി ആ പാപങ്ങളെ മോചിച്ചു വേണം വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായി പോകേണ്ടത്. നമ്മുടെ ആത്മ വളർച്ചയ്ക്ക് കുമ്പസാരിച്ച് കുർബാന കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ നമ്മളിന്ന് പറയുവാൻ ആഗ്രഹിച്ചത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ക്രിസ്തുവിനെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കുദാശയാണ്. ആ ക്രിസ്തുവിനെ കാണുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ ഒരുക്കത്തോടുകൂടി കുമ്പസാരിക്കുവാൻ നമുക്ക് കഴിയണം. പാപങ്ങളെ ഏറ്റുപറയണം, സ്വയം എൻ്റെ കുറേ തെറ്റുകളെ കുറിച്ച് ബോധ്യമാകണം. ആ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിരപ്പായി വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ നമുക്കിടയാകണം. അവിടെ ഞാൻ ഓർപ്പിക്കുന്നത്, ഹൂസോയോ എന്നുള്ള ആ ചിന്ത ഉപേക്ഷിച്ച് കുറവുകളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവത്തിനായി പോകുവാൻ വിശ്വാസികളായ നമുക്ക് ഇടയാകണം. അതിന് ഇന്നത്തെ ഈ പഠനം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി, നമ്മുടെ വിശ്വാസത്തെ കേന്ദ്രീകൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ആ വിശ്വാസത്തോടുകൂടി നമ്മുടെ കുദാശകളെയും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ആചാരങ്ങളെയും മനസ്സിലാക്കുവാൻ, അതിനെ സമീപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠനം അതിന് ഒരു മുഖാന്തരമായി മാറട്ടെ. ഓരോ ബുധനാഴ്ചകളിൽ നമ്മൾ വ്യത്യസ്തമായ ആശയങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. ഈ പഠനം ഒരു പുതിയ മാറ്റത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ, ഒരു പുതിയ ചിന്താഗതിയെ നമ്മളെ നയിക്കട്ടെ. സഭയുടെ വളർച്ചയ്ക്ക്, സഭയുടെ ആത്മീയ ഉന്നതിക്ക് ഈ കൂട്ടായ്മയും ഈ പഠനവേദികളും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി ഇത്ര നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ പുറകാലയപ്പെടുന്ന സമയം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.